വളരെ അനുഗ്രഹീതമായ ഒരു പ്രസൻറ്റേഷന് ശേഷം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ കോപ്പിയടിക്കപ്പെട്ടോ എന്നുള്ള ഒരു വിഷയമാണ്. ഈ ഒരു വിഷയം ഇവിടെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് ഇടമുറക്കെന്ന് പറഞ്ഞതായ ഒരു നിരീശ്വരവാദി ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞ് നമ്മളതിനു വേണ്ടി പ്രതികരിക്കേണ്ടതില്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് നാസ്തികനായ ദൈവം എന്ന ശ്രീ രവിചന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിൽ ഈ പുസ്തകത്തെ വളരെയേറെ ഉയർത്തുകയും ഈ പുസ്തകത്തിൽ ഇന്നേ വരെ ക്രൈസ്തവർ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ശ്രീ രവിചന്ദ്രൻ സാറ് തുടർന്ന് പറയുന്നത് ക്രൂശീകരണം പോലും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം പോലും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്, ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ശ്രീ രവിചന്ദ്രൻ സാറ് മുന്നോട്ട് വെക്കുന്നത്. ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിരീശ്വരവാദികൾ മാത്രമല്ല ഈ വാദം ഉന്നയിക്കുന്നത്. നമ്മൾ അടുത്തൊരു ക്ലിപ്പ് കാണുവാൻ വേണ്ടി പോവുകയാണ്. ഈ ക്ലിപ്പ് ഇന്നത്തെ ഹിന്ദുത്വ വിദ്വാൻമാരുടെ ആസ്ഥാന പണ്ഡിതനായി വിരാജിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ സാർ പറയുന്ന ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. യഥാർത്ഥത്തിൽ ജോസഫ് ഇടമറുക് എഴുതിയ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒരു കെട്ടുകഥയാണെന്ന വികാരത്തിൻ്റെ പുറത്തല്ല ഞാൻ പറയുന്നത്, വിചാരത്തിൻ്റെ പുറത്താണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ മഹത്വമുണ്ടെന്ന് ഇസ്രായേൽ ജനത അറിയുന്നത് തന്നെ യേശു ക്രിസ്തുവിന് 30 വർഷം വയസ്സാവുമ്പോഴാണ്. 30 വയസ്സ് വരെ യേശുവിനെ ആരും അറിഞ്ഞിരുന്നില്ല. യേശുവിനെ ആരും അറിയാത്ത അവസ്ഥയിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കഥകൾ കുറേ അധികം കെട്ടുകഥകളാണ് എന്ന് ജോസഫ് ഇടമറുക് പറയുന്നത് യുക്തിസഹജമായിട്ട് ശാസ്ത്രീയമായിട്ട് നിരത്തിയ തെളിവുകൾ ഉപയോഗിച്ചാണ്. ഈ ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്നത് ജോസഫ് ഇടമറുക് സാറിൻ്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ സാറ് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് ജോസഫ് ഇടമറുക് സാറ് തെളിയിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കഥകൾ മുഴുവൻ ക്രൈസ്തവർ കടമെടുത്തതാണ്, അതൊരു നുണക്കഥയാണ് എന്നുള്ള പദങ്ങളാണ് ഗോപാലകൃഷ്ണൻ സാർ ഉപയോഗിക്കുന്നത്. ഇപ്രകാരം ഗോപാലകൃഷ്ണൻ സാർ ഉപയോഗിക്കുന്നത് കൊണ്ടും ശ്രീ രവിചന്ദ്രൻ സാർ ഉയർത്തുന്നത് കൊണ്ടുമാണ് ഇന്ന് ഈ വിഷയം ഇവിടെ അവലോകനം ചെയ്യുവാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ പ്രസക്തി. എന്താണ് ജോസഫ് ഇടമറുക് സാർ പറയുന്നത്? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ജോസഫ് ഇടമറുക് സാർ പറയുന്നത് ക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ പുസ്തകം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ അനേക സാമ്യങ്ങളുണ്ട്. അക്കമിട്ട് അദ്ദേഹം 29 സാമ്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം 4-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെയും കൃഷ്ണൻ്റെയും ചരിത്രവും കഥകളും ബുദ്ധനിൽ നിന്ന് കടമെടുത്തതാണ്. ബുദ്ധനാണ് ഒറിജിനൽ സോഴ്സ്. ബുദ്ധൻ്റെ കഥകൾ ശ്രീകൃഷ്ണൻ എടുക്കുകയും അത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തതാണെന്നുള്ളതാണ് അദ്ദേഹം രണ്ടാമത് വെക്കുന്നതായ വാദം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ യഹൂദിയിൽ ജീവിച്ചിരുന്ന എസൻസികൾ അവർ ബുദ്ധിസ്റ്റുകളായിരുന്നു എന്ന്. ചാവുകടൽ ചുരുളുകളുണ്ടല്ലോ, ചാവുകടൽ ചുരുളുകളുള്ള ഡെഡ് സീ സ്ക്രോൾസ് ഉള്ളതായ അവർ ബുദ്ധിസ്റ്റ് ആയിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വാദം. ഈ വാദങ്ങളിലേക്കാണ് നമ്മൾ പോകുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ തന്നിരിക്കുന്നത്. സമയപരിധി കാരണം ഇത് ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന് ഈ പുസ്തകങ്ങളിൽ നിന്ന് പോകുന്നതാണ്. അതിൻ്റെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സംശയം, ശ്രീ ഗോപാലകൃഷ്ണൻ സാറ് ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ആചാര്യനായിരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ എന്തിനാണ് ഈ പുസ്തകം എടുക്കുന്നത്? അദ്ദേഹം ഈ പുസ്തകത്തിന് മറുപടി എഴുതേണ്ട ആളല്ലേ? ഇത് മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണുനീര് കാണണമെന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഈ ഗോപാലകൃഷ്ണൻ സാർ ഇങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതവിടെ നിൽക്കട്ടെ.
ഈ ഒരു വാദത്തിലേക്ക് നമുക്ക് പോകാം. 3 മാനദണ്ഡങ്ങളാണ് ഞാനിവിടെ മുന്നോട്ട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കോപ്പി അടിച്ചുവെങ്കിൽ, സുവിശേഷങ്ങൾ കോപ്പി അടിച്ചുവെങ്കിൽ ഈ 3 മാനദണ്ഡങ്ങളും കുറഞ്ഞ പക്ഷം തെളിയിക്കപ്പെട്ടിരിക്കണം. ഒന്നാമത് ക്രോണോളജി, അഥവാ സുവിശേഷങ്ങൾ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നോ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ നിന്നോ കോപ്പി അടിച്ചുവെങ്കിൽ ബുദ്ധമത ഗ്രന്ഥങ്ങളും ഹിന്ദുമത ഗ്രന്ഥങ്ങളും സുവിശേഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതായിരിക്കണം. സമ്മതമാണല്ലോ? ഞാൻ കിട്ടു മൊട്ടുവിൻ്റെ എന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ മൊട്ടു കിട്ടുവിന് മുമ്പേ എഴുതിപ്പെട്ടിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാനദണ്ഡമാണ്. അല്ല, തിരിച്ചാണ് എഴുതിയതെങ്കിൽ കോപ്പി അടിച്ചു എന്നുള്ള വാദം അവിടെ കഴിയുകയാണ്. ഒന്നാമത്തെ ക്രോണോളജിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കഴിയുകയാണ് വാദം. രണ്ടാമത് കിട്ടുവും മൊട്ടുവും തമ്മിൽ ബന്ധപ്പെട്ടു എന്നും തെളിയിക്കണം, അല്ലേ? മുട്ടു കിട്ടുവിന് മുമ്പ് എഴുതിയെന്ന് മാത്രം തെളിയിച്ചാൽ പോരാ, കിട്ടുവും മൊട്ടുവും തമ്മിൽ പരസ്പരം കണ്ടിരുന്നോ അല്ലെങ്കിൽ പരസ്പരം അവർ നോട്ടുമായി കൈമാറിയിരുന്നോ എന്ന് കളിക്കണം. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും തെളിയിക്കണം. ഇത് മാത്രമല്ല, ഇപ്പം കിട്ടു അല്ലെങ്കിൽ മൊട്ടു തന്തം വീട്ടിൽ അപ്പനെ അച്ഛ എന്ന് വിളിച്ചു, കിട്ടുവും അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കോപ്പി അടിച്ചെന്ന് നമുക്ക് പറയാൻ ഒക്കുമല്ല. ഒക്കുമോ? ഇല്ല. കാരണം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വേണം. ഇതിന് 2 ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പ് 1912 അറ്റ്ലാന്റിക് ഓഷ്യനിൽ മുങ്ങി, ഐസ്ബർഗിൽ ഇടിച്ച് മുങ്ങി. എന്നാൽ 1912 ഈ ടൈറ്റാനിക് മുങ്ങുന്നതിന് മുമ്പ് 1898 ദ റെക്ക് ഓഫ് ടൈറ്റൻ, അതായത് ഏതാണ്ട് 14 വർഷം മുമ്പ് ടൈറ്റൻ എന്ന് പറഞ്ഞൊരു കപ്പലിനെ പറ്റി നോവലുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ടൈറ്റാനിക് മുങ്ങുന്നതിന് മുമ്പ് റെക്ക് ഓഫ് മുങ്ങുന്ന ടൈറ്റൻ എന്ന് പറഞ്ഞൊരു നോവൽ 14 വർഷം മുമ്പ് ഇറങ്ങി. ഇത് തമ്മിലുള്ള സാമ്യങ്ങൾ, ഞാൻ ഈ സാമ്യങ്ങളിലേക്ക് പോകുന്നില്ല, അടുത്ത സ്ലൈഡ്. ഇത് തമ്മിലുള്ള സാമ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു. രണ്ടിൻ്റെയും പേര് ഒന്ന് ടൈറ്റാൻ, മറ്റേത് ടൈറ്റാനിക്. ഇത് രണ്ടിൻ്റെയും നീളം 800 ഫീറ്റാണ് നോവലിലുള്ള ടൈറ്റാന്, 882 ഫീറ്റാണ് ടൈറ്റാനിക്കിൻ്റെ നീളം. ഇത് രണ്ടിൻ്റെയും വെയിറ്റ് ഒന്നിൻ്റെ വെയിറ്റ് 45,000 ടണ്ണ്, ടൈറ്റാൻ്റെ വെയിറ്റ് 45,000 ടണ്ണ്, ടൈറ്റാനിക്കിൻ്റെ വെയിറ്റ് 46,000 ടണ്ണ്. ഇത് രണ്ടും മുങ്ങുന്നത് ഏപ്രിൽ മാസം. ഇത് രണ്ടും മുങ്ങിയത് അർദ്ധരാത്രി. ഇത് രണ്ടും ഉണ്ടായിരുന്നതായ ലൈഫ് ബോട്ട്സ് എന്ന് പറയുന്നത് ഒന്നിൽ 24, മറ്റേതിൽ 20. ഈ നോവൽ 14 വർഷം മുമ്പ് ഇറങ്ങിയതുകൊണ്ട് ഈ ടൈറ്റാനിക് മുങ്ങിയില്ലെന്ന് നമ്മൾ പറയാൻ ഒക്കുമോ? എന്തുമാത്രം സാമ്യങ്ങളാണുള്ളത്! ഈ നോവൽ 14 വർഷം മുമ്പ് ഇറങ്ങിയത് കൊണ്ട് ടൈറ്റാനിക് സംഭവിച്ചിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? ടൈറ്റാനിക് ഇല്ലായിരുന്നു, കാരണം ടൈറ്റനുമായിട്ട് ഇത്രയധികം സാദൃശ്യങ്ങൾ വരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചോണം. ഈ നോവൽ എഴുതിയ അദ്ദേഹത്തോട്, അടുത്ത സ്ലൈഡിലേക്ക് പോകാം, നോവൽ എഴുതിയ അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഈ ടൈറ്റൻ എന്ന് പറഞ്ഞ കപ്പലിനെ പറ്റി എഴുതാൻ വേണ്ടി സാധിച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കപ്പലുകളെ പറ്റി അറിയാമായിരുന്നു. ഒരു വലിയ കപ്പലുണ്ടാകണമെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. ആ കപ്പൽ മുങ്ങുകയാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. അത്രേ ഉള്ളൂ, അത് ഞാൻ എഴുതി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ലോകത്തെല്ലാ മനുഷ്യനും ദൈവത്തെപ്പറ്റി ഒരു ധാരണയുണ്ട്. ദൈവത്തെപ്പറ്റി കഥ എഴുതിയാലും ദൈവത്തെപ്പറ്റി സത്യം എഴുതിയാലും ചില സാദൃശ്യങ്ങൾ അതിൽ വരും. ഇപ്പം ദൈവം ജനിക്കുകയാണെങ്കിൽ അത്ഭുത ജനനമായിരിക്കണമെന്നുള്ളതൊരു ധാരണയാണ്. ദൈവം ജനിച്ചു കഴിഞ്ഞാൽ അത്ഭുതം ചെയ്യണമെന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ധാരണയാണ്. അതുകൊണ്ട് കഥകളിൽ അത്ഭുതം വന്നതുകൊണ്ടും ചരിത്രത്തിൽ അത്ഭുതം വന്നതുകൊണ്ടും ചരിത്രം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് യുക്തിഹീനതയാണ്. ഞാൻ മറ്റൊരു തെളിവൂടെ കാണിക്കാം. ഇത് 2 ചരിത്ര പുരുഷന്മാർ തമ്മിലുള്ളതാണ്. എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെനഡിയും രണ്ടുപേരും അമേരിക്കയുടെ പ്രസിഡന്റാണ്. 1846 എബ്രഹാം ലിങ്കൺ കോൺഗ്രസിലേക്ക് എലക്റ്റഡ് ആകുന്നത്. 1946 കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോൾ ജോൺ എഫ് കെനഡി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ടൈം മാഗസിനിൽ വന്ന കുറച്ച് സാദൃശ്യങ്ങളും അതിനോട് ശേഷം ബാക്കിയുള്ളവർ ചേർത്തതുമാണ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 1860 എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയെങ്കിൽ കൃത്യം 100 വർഷം കഴിഞ്ഞ് 1960 ജോൺ എഫ് കെനഡി പ്രസിഡന്റായി.
രണ്ടുപേരും ഒരു വെള്ളിയാഴ്ച വെടിവെക്കപ്പെട്ടു. രണ്ടുപേരുടെയും ഭാര്യമാർ വൈറ്റ് ഹൗസിൽ വെച്ച് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും തലയ്ക്കാണ് വെടിയേറ്റത്. അത് മാത്രമല്ല, രണ്ടുപേർക്കും മരിച്ചതിന് ശേഷം ജോൺസൺ എന്ന പേരുള്ള ഒരാളാണ് പിന്നീട് പ്രസിഡൻ്റായത്. ഈ രണ്ട് ജോൺസന്മാർക്കും 13 അക്ഷരങ്ങളുള്ള പേരുകളാണുള്ളത്. ഈ രണ്ട് ജോൺസന്മാരും കൃത്യം 100 വർഷത്തിനുള്ളിലാണ് മരിച്ചത്. ഇതേപോലെ അനേക സാമ്യങ്ങൾ ഈ രണ്ട് ചരിത്ര പുരുഷന്മാർ തമ്മിൽ തന്നെ നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ജോൺ ഓഫ് കെനഡി ജീവിച്ചില്ലെന്ന് നമ്മൾ എഴുതാൻ പറ്റുമോ? ഇത്രയധികം സാദൃശ്യങ്ങളുണ്ട്. ഞാൻ അക്കമിട്ട് പറയുകയാണ്, അതുകൊണ്ട് ജോൺ ഓഫ് കെനഡി ജീവിച്ചില്ലെന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ദി ഓറിയന്റലൈസിങ് റെവല്യൂഷൻ. ഇദ്ദേഹം ഒരു ജർമ്മൻ സ്കോളറാണ്, മിത്തോളജിയുടെ സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഓറിയന്റലൈസിങ് റെവല്യൂഷനിൽ പറയുന്നത് സാധാരണ സാമ്യങ്ങൾ വെച്ച് കാണിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കഥകൾ എടുത്തെങ്കിൽ മാത്രമേ കോപ്പി അടിച്ചു എന്ന് പറയാനൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിട്ടും മുട്ടും അച്ഛനെ അച്ഛനെന്ന് വിളിക്കുന്നത് കൊണ്ട് കോപ്പിടിയാണെന്ന് പറയുന്നത് പരമ മണ്ടത്തരമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണം. ഇത് തന്നെ ഇതിൽ ഗ്രീക്ക് സ്മിത്ത് ആൻഡ് മെസപ്പൊട്ടോമിയ, ഇദ്ദേഹം രണ്ട് മിത്തുകൾ തമ്മിലുള്ള സാദൃശ്യങ്ങൾ പഠിക്കുന്ന പണ്ഡിതനാണ്. ഇവർ ക്രൈസ്തവ പണ്ഡിതന്മാരല്ല, എന്ന് പറഞ്ഞാൽ തിയോളജി സ്റ്റുഡൻസ് അല്ല, ഇവർ സെക്യുലർ സബ്ജക്റ്റ് പഠിക്കുന്നതായ പണ്ഡിതന്മാരാണ്. ഇദ്ദേഹം പറയുന്നത്, അടുത്ത സ്ലൈഡിൽ കാണാം, ഇദ്ദേഹം പറയുന്നത് ഉപരിതലത്തിലുള്ള സാമ്യങ്ങൾ കാണിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ കഴിയും, പക്ഷെ അടിസ്ഥാന ആശയങ്ങൾ ഒന്നാണെങ്കിൽ മാത്രമേ കോപ്പിയടി നടന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം 3 ക്രൈറ്റീരിയ നമ്മൾ മുന്നോട്ട് വെച്ചു. എന്ത്? ഒന്ന്, കോപ്പി അടിക്കപ്പെട്ടു എന്ന് പറയുന്ന പുസ്തകം, കോപ്പി അടിച്ചു എന്ന് പറയുന്ന പുസ്തകം കഴിഞ്ഞ് എഴുതപ്പെട്ടതായിരിക്കണം. ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കണം. ഇത് തമ്മിലുള്ള സാമ്യങ്ങൾ സങ്കീർണവും അടിസ്ഥാന തലത്തിൽ ആശയങ്ങൾ ഒന്നും ആയിരിക്കണം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് ഇവരുടെ ഈ 2, 3, 4 ചാപ്റ്ററാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു മണ്ടത്തരം മറ്റൊരു ചാപ്റ്ററിൽ നിന്ന് കാണിക്കട്ടെ. രവീന്ദ്രൻ സാറ് കാർഗോ കൾട്ടുകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് ക്രൂശ് ജാതികളിൽ നിന്ന് കടമെടുത്തതാണ് എന്നാണ്. അത് തന്നെ എടമുറക്ക് സാറ് അദ്ദേഹത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അദ്ദേഹം അതിന് കുറേ തെളിവുകൾ കാണിക്കുന്നുണ്ട്. കുറേ സയൻസ്, അനേക ജാതികൾ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതായ സയൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചിട്ടാണ് പറയുന്നത് ക്രൂശ് ഇതിനു മുമ്പ് തന്നെ, ക്രൈസ്തവർ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ക്രൂശ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്രൈസ്തവർ ക്രിസ്തുവിൻ്റെ ക്രൂശ് കടമെടുത്തതാണ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കാണാം, അതിൻ്റെ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. എന്നാൽ എന്താണിത്? ഇതിനെപ്പറ്റി പഠിച്ച സെക്യുലർ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നത് ഈ സൈനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും തമ്മിൽ ഒരു സാമ്യവുമില്ല. നമ്മൾ 4 വരയ്ക്കുന്നത് എന്തിനാ? ഡയറക്ഷൻ 4 വരയ്ക്കാം അല്ലേ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റിന് 4 വരയ്ക്കാം. ഈ 4 പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടിയായിരുന്നു ജാതികൾ ഈ സൈൻ വരച്ചത്. അതായത് നമ്മൾ പ്ലസ് സൈൻ വരയ്ക്കത്തില്ലേ, നമ്മളിപ്പോൾ അഡീഷന് വേണ്ടി പ്ലസ് സൈൻ വരയ്ക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഗുണിക്കാൻ വേണ്ടി വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്നത് ക്രൂശാണെന്ന് ആരെങ്കിലും പറയുമോ? മകൻ്റെ പുസ്തകം എടുത്ത് നോക്കിയിട്ട് നിരീശ്വരവാദിയായ രവീന്ദ്രൻ പറയുമോ എന്ന് എനിക്കറിയത്തില്ല. എടാ മോനെ, നീ എന്തിനാണ് ക്രൂശ് വരയ്ക്കുന്നതെന്ന് ചോദിക്കുമോ അദ്ദേഹം? ആ ചോദിക്കുമെങ്കിൽ അത്രമാത്രം വിഡ്ഢിത്തരമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്നതായ ഈ ചിഹ്നം എടുത്തുകൊണ്ട് ഇത് ക്രൂശാണെന്ന് രവീന്ദ്രൻ സാറും എടമുറക്ക് സാറും എഴുന്നള്ളിക്കുന്നത് ഇതേപോലെ ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ആശയങ്ങൾ തമ്മിൽ ഒരു സാമ്യവുമില്ല. ഞാൻ ഭയക്കുന്നത് ഇതാണ്, ഇവര് ഇനിയും ഏതെങ്കിലും പാടത്തു വല്ലതും പോയിട്ട് ഈ നോക്കുകുത്തി കണ്ടിട്ട് അത് എന്ത് വിചാരിക്കുമെന്ന് ഞാൻ അറിയില്ല. ഇത് പ്ലസ് സൈൻ ആണോ അഡീഷനാണോ എന്നൊക്കെ ഇവർ ചിന്തിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം അടിസ്ഥാന ആശയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 1ാമത്തെ മാനദണ്ഡത്തിലേക്ക് കടക്കാം. ക്രോണോളജി ക്രൈറ്റീരിയ. ഈ പുസ്തകങ്ങളൊക്കെ ഇതിനു മുമ്പ് എഴുതപ്പെട്ടതാണോ? സാധാരണ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹിന്ദു പുരാണങ്ങളും ബുദ്ധിസ്റ്റ് രേഖകളും ഒക്കെ ഇതിനു മുമ്പ് എഴുതപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നത്. ശ്രീ എടമുറക്ക് സാറിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന പുസ്തകത്തിൽ 29 പോയിന്റുകൾ അദ്ദേഹം 2-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരു നല്ല റെഫറൻസ് പോലും പുള്ളി തന്നിട്ടില്ല. നോക്കണം, ഇവർ ശാസ്ത്രീയമായിട്ട്
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഴുതുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ 29 പോയിന്റുകൾ തരുമ്പോൾ ഒരൊറ്റ പോയിന്റിന് പോലും പ്രോപ്പർ റെഫറൻസ് ഇല്ല. നമ്മൾ കണ്ടുപിടിച്ചോണം, ഇത് ഭഗവതത്തിലാണോ എഴുതിയത്, വിഷ്ണു പുരാണത്തിലാണോ എഴുതിയത്, ഹരിവംശത്തിലാണോ എഴുതിയത്, ശ്രീമദ് ദേവി ഭഗവത്തിലാണോ എഴുതിയതെന്ന് ഞാൻ പോയി കണ്ടുപിടിച്ചോണം. കണ്ടുപിടിച്ചെന്ന് പറയുന്ന നിങ്ങൾ തെളിവ് തരണ്ടേ? 29 പോയിന്റ് എഴുതിയിട്ട് ഒരൊറ്റ റെഫറൻസ് തരാത്ത ഇവർ എന്ത് ശാസ്ത്രീയതയാണ് ഈ പറയുന്നത്? ഇവരെ ഇടമുറക്ക് സാറ് താഴോട്ട് വരുമ്പോൾ കാണാം. ഇടമുറക്ക് സാറ് 3-ാമത്തെ പോയിന്റിന് അബദ്ധത്തിലൊരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മഹാകാരുണ്യമാണ്, ഭഗവതത്തിൽ പറഞ്ഞു പോലും. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവതം സുവിശേഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണോ? ഈ ശ്രീമദ് ഭഗവതം സുവിശേഷത്തിന് മുമ്പ് എഴുതപ്പെട്ടതാണെന്ന് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറും പറയുന്നുണ്ട്. ചക്രവർത്തി എന്തിനാ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറഞ്ഞത് അറിഞ്ഞൂടാ. ഇത് ഭാഗവതം അങ്ങോട്ട് കോപ്പി ചെയ്തതിന്റെ, ശ്രീകൃഷ്ണ ജനനം ക്രിസ്ത്യാനി കോപ്പി ചെയ്തതിന്റെ ലക്ഷണമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ സാറും പറയുന്നുണ്ട്. എന്നാൽ ഇടമുറക്ക് സാറ് ഭഗവതത്തെ പറ്റി അദ്ദേഹം 2-ാം അധ്യായത്തിൽ പറഞ്ഞത് മറന്നുപോയിട്ട് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്, ഭഗവതം എഴുതിയത് AD 500 മുതൽ AD 900 വരെയുള്ള കാലഘട്ടത്തിലാണ്. എന്താ അല്ലേ? AD 500 മുതൽ AD 900 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതിയ ഭഗവതത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിലുള്ള സുവിശേഷം കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ വിദ്വാൻമാരാണിവർ. ഈ ശ്രീമദ് ഭഗവതത്തിൻ്റെ ഡേറ്റ് ഞാൻ എൻ്റെ തെളിവുകൾ കൊടുക്കുന്നതാണ്. അതിന് മുമ്പ് നിരീശ്വരവാദികൾ എഴുതി തന്നെ കൊടുക്കുവാണ്. ശ്രീ രവിചന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ബുദ്ധനെ എറിഞ്ഞ കല്ല്, അതിന് മുമ്പത്തെ സ്ലൈഡ്, ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗീതാ വിമർശനത്തിൽ അദ്ദേഹം ഈ ഭഗവതത്തിൻ്റെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് AD 900 മുതൽ AD 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഭഗവതം എഴുതിയത്. അപ്പം ഭഗവതത്തിൽ നിന്ന് സുവിശേഷം കോപ്പി അടിച്ചുവെന്ന് എഴുന്നള്ളിക്കണമെങ്കിൽ ഇവരെന്തു ബുദ്ധിമാന്മാരാണ്. ഈ പണ്ഡിത ശിരോമണികളെ കാണുമ്പോൾ കൂപ്പുകൈയിടാനല്ലാതെ എന്താണ് സാധിക്കുന്നത്? ഞാൻ എൻ്റെ തെളിവുകൾ തരാം. ഇവരെ മാത്രം ഉദ്ധരിച്ചു പോവുകയല്ല, പെട്ടെന്ന് ഞാൻ തെളിവുകൾ പറഞ്ഞു പോട്ടെ. ഭഗവത പുരാണത്തിൽ ഭഗവത്ഗീതയെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം ഭഗവത്ഗീത എഴുതി കഴിഞ്ഞതിന് ശേഷമേ ഭഗവത് പുരാണം എഴുതാൻ കഴിയുള്ളൂ. ന്യായമാണല്ലോ. ഈ ഭഗവത്ഗീതയിൽ 13-5 ബ്രഹ്മസൂത്ര എന്ന് പറഞ്ഞ കൃതിയെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മസൂത്ര എഴുതി കഴിഞ്ഞിട്ട് ഭഗവത്ഗീത എഴുതാൻ ഒക്കുള്ളൂ. കാരണം ഉദ്ധരിക്കണമെങ്കിൽ അതിന് മുമ്പ് എഴുതിയിട്ടിരിക്കണം. ബ്രഹ്മസൂത്രയിൽ വിജ്ഞാനവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്, റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബ്രഹ്മസൂത്ര എന്ന് പറഞ്ഞ ഹൈന്ദവ ഗ്രന്ഥത്തിൽ വിജ്ഞാനവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. അപ്പോൾ വിജ്ഞാനവാദം കണ്ടു കഴിഞ്ഞ ശേഷമേ ബ്രഹ്മസൂത്ര എഴുതാൻ കഴിയുള്ളൂ. ബ്രഹ്മസൂത്ര കഴിഞ്ഞിട്ടേ ഭഗവത്ഗീത വരാൻ കഴിയുള്ളൂ. ഭഗവത്ഗീത വന്നു കഴിഞ്ഞിട്ടേ ഭഗവതവും വരാനായിട്ട് കഴിയത്തുള്ളൂ. വിജ്ഞാനവാദം മുന്നോട്ട് വെച്ച ആൾ ജീവിച്ചിരുന്നത് 4-ാം നൂറ്റാണ്ടിൽ. 4-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞിട്ടേ ഭഗവത്ഗീത എഴുതാനൊക്കെ ഉള്ളൂ, ബ്രഹ്മസൂത്രം എഴുതാനൊക്കെ ഉള്ളൂ. ബ്രഹ്മസൂത്രം എഴുതി കഴിഞ്ഞിട്ട് ഗീത എഴുതാനൊക്കെ ഉള്ളൂ, ഗീത എഴുതിയിട്ട് ഭഗവതം എഴുതാനൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ ഇത്രയും കാലഘട്ടമേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ സാറൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും 10,000 വർഷമായി. 1500 വർഷം പോലും ആകാത്ത കൃതികളെ പറ്റി ഇവർ ഈ 10,000 വർഷം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പം ഭഗവതം 1-ാമത്തെ ക്രൈറ്റീരിയയിൽ ഇല്ലാതായി അല്ലേ? ഇതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിൽ ഇതിനു മുമ്പ് ഇവർ പറയുന്നത് പാനിനിയുടെ ഹെർക്കുലീസ് ഗ്രീക്ക് അംബാസിഡർ ആയിരുന്ന മെഗസ്തേനസ് ഇന്ത്യയിൽ വന്നപ്പോൾ കൃഷ്ണനെ പറ്റി പറഞ്ഞിരുന്നുവെന്ന് ഇടമുറക്ക് സാറ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രീക്ക് അംബാസിഡറായ മെഗസ്തേനസ് കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഹെർക്കുലീസിൻ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ദേവൻ, ഹെർക്കുലീസിനെ പോലുള്ള ഒരു ഇന്ത്യൻ ദേവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണനായിരിക്കുമെന്ന് ചിലർ ഊഹിക്കുന്നതാണ്, അല്ല കൃഷ്ണൻ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഇത് കൃഷ്ണനാണ് എന്ന് പറയാൻ ശ്രീ രവീന്ദ്രൻ സാറ് തന്നെ ഇത് നോക്കിയിട്ട്, ഈ തെളിവ് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് അതിന് മുമ്പത്തെ സ്ലൈഡ് അദ്ദേഹം പറയുന്നത് ഇനി കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചെറിയതായിട്ടേ പറഞ്ഞിട്ടുള്ളെന്ന്. ഈ ചെറിയതായിട്ട് പറഞ്ഞതിൽ നിന്ന് 29 പോയിൻ്റൊന്നും ഏതായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരാം. മെഗസ്തേനസിൻ്റെ ഇന്ത്യക്ക എന്ന പുസ്തകത്തിൽ മെഗസ്തേനസ് തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം മകളോടുകൂടി
ശയിച്ചതായ ഒരു ദേവനായിരുന്നു ഈ ഇന്ത്യൻ ദേവനായ ഹെർക്കുലീസ് എന്നാണ്. ഇത് കൃഷ്ണനാണോ? ഇത് കൃഷ്ണനാണോ? കൃഷ്ണനെ പറ്റി ഇങ്ങനൊരു കഥ നമ്മളാരും കേട്ടിട്ടില്ല. ഇത് കൃഷ്ണനാണെന്ന് പറയാൻ വേണ്ടി ഇവർ ബുദ്ധിമുട്ടുന്നത് ക്രിസ്തുവിന് മുമ്പ് കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും തെളിവ് തരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടിലാണ് ഇത് പറയുന്നത്. സത്യത്തിൽ ഇത് കൃഷ്ണനാണെന്ന് പറയുന്നത് ഹൈന്ദവർക്ക് തന്നെ നാണംകേടാണ്. ഇത് കൃഷ്ണനല്ല. അതേപോലെ തന്നെ ഈ ഇന്ത്യൻ ദേവനായ ഹെർക്കുലീസ് കൃഷ്ണനാണെന്ന് പറയുന്ന അദ്ദേഹം നെബുക്കദ്നേസറേക്കാട്ടിൽ ശക്തിഹീനനായിരുന്നു എന്ന് പറയുന്നത്. നെബുക്കദ്നേസർ ഈ ദേവനെക്കാട്ടിൽ മഹാനായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനിത് പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിപ്പോട്ടെ. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് പാനിനിയുടെ ഗ്രന്ഥത്തിൽ, ഇതും പറഞ്ഞു പോവുകയാണ്, ഇടമുറക്ക് സാറ് പറയുന്നതാണ്, പാനിനിയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പോലും. പാനിനിയുടെ വ്യാകരണ ഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം? ഒരൊറ്റ വാക്ക്, വാസുദേവ അർജുന എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസുദേവ അർജുന എന്ന് 2 വാക്ക് എഴുതുന്നതാണ് ഇദ്ദേഹം പറയുന്നത് കൃഷ്ണൻ്റെ കഥകൾ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഇത് കൃഷ്ണനല്ലായിരുന്നുവെന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ, അടുത്ത സ്ലൈഡിൽ UC ഭട്ടാചാര്യ ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. ഇനി ഇത് കൃഷ്ണനാണെന്ന് സമ്മതിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന എത്ര? 2 വാക്ക്. അല്ലാതെ ഈ കഥകളൊന്നും അതിനകത്തൊന്നും കിട്ടത്തില്ലല്ലോ. ഇത്രയുമാണ് തെളിവുകളായിട്ട് വരുന്നത്. ഇനി ഞാൻ തന്നെയല്ല, പാനിനിയുടെ ഗ്രന്ഥം ക്രിസ്തുവിന് മുമ്പ് എഴുതിയെന്ന് പറയുന്നത് വെറും ഊഹാപോഹമാണ് എന്ന് SD ജോഷി ഇതിൻ്റെ വ്യാകരണ ഗ്രന്ഥം എഴുതിയതാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഊഹം മാത്രമാണ്. കാരണം ക്രിസ്തുവിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കും. ക്രിസ്തുവിന് മുമ്പ് ഒരു സംസ്കൃത ഗ്രന്ഥവും എഴുതിയെന്നുള്ളത് തെളിയിക്കാനേ കഴിയത്തില്ല. ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ ശേഷമേ ഈ ഒരു സെക്ഷൻ വിടത്തുള്ളൂ. ഇടമുറക്ക് സാർ അടുത്തതായിട്ട് പറയുന്ന ഹരിവംശത്തിലും വിഷ്ണു പുരാണത്തിലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം വിഷ്ണു പുരാണവും ഹരിവംശവും ഇതിന് സുവിശേഷത്തിന് മുമ്പ് എഴുതിയതാണോ? നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. വിഷ്ണു പുരാണം ശ്രീ രവീന്ദ്രൻ സാറ് കൊടുക്കുന്ന ഡേറ്റ് 5-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ടിലാണ് വിഷ്ണു പുരാണം എഴുതിയത്. ഇത് ശ്രീ രവീന്ദ്രൻ സാർ തന്നെ കൊടുക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ തെളിയിക്കാം. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഈ വിഷ്ണു പുരാണത്തിൽ രാശി നമുക്കറിയാമല്ലോ, ജാതകമൊക്കെ നോക്കുമ്പോൾ രാശികളുണ്ട്. ഈ രാശിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചതായ ഹിന്ദു പണ്ഡിതൻ RC ഹസരെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് രാശി ഇന്ത്യയിൽ വന്നത് 2-ാം നൂറ്റാണ്ടിൽ 3-ാം നൂറ്റാണ്ടിലാണ്. ഇതിനു മുമ്പ് രാശി ഇന്ത്യയിൽ ഇല്ല. രാശി ഇന്ത്യ വന്നു കഴിഞ്ഞ ശേഷമേ വിഷ്ണു പുരാണം എഴുതാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ വിഷ്ണു പുരാണം എഴുതുന്നൊക്കെ പറയുന്നത് കുറഞ്ഞത് AD 350 രവീന്ദ്രൻ സാറ് കൊടുക്കുന്നത് AD 500. രണ്ടാണെങ്കിലും വിഷ്ണു പുരാണത്തിൽ നിന്ന് സുവിശേഷം കോപ്പി അടിച്ചെന്ന് പറയാൻ ഒക്കത്തില്ല. ഇനി അടുത്തത് നമ്മൾ പെട്ടെന്ന് നോക്കിപ്പോവുകയാണ് ഹരിവംശത്തിന് ഈ ഇടമുറക്ക് സാറ് വലിയൊരു ഇത് കാണിച്ചിട്ടുണ്ട്. ഈ BC 300 മുമ്പോട്ട് പോകാൻ ഒക്കെയല്ല, BC 300 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലാണ് എഴുതിയെന്ന് പറയുന്നത്. ഏത് കാലഘട്ടമാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ഏത് കാലഘട്ടമാണെന്ന് ഞാൻ പറയാം. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഹരിവംശത്തിൽ റോമൻ കോയിനായ ദിനാറസസ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എടുത്ത ദിനാറസസ് ഉണ്ടല്ലോ, ആ റോമൻ കോയിനായ ദിനാറസസിനെ പറ്റി ഹരിവംശത്തിൽ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമല്ല പറയുന്നത്, ദിനാറസിൻ്റെ കാര്യം ഹരിവംശത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ദിനാറസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഈ ഹരിവംശം എഴുതാനൊക്കത്തുള്ളൂ. ദിനാറസ് ഇന്ത്യയിൽ വന്നത് AD 100 ശേഷമാണ്. അപ്പോൾ ഹരിവംശം എഴുതിയതും AD 100 ശേഷമാണ്. അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. PL വൈദ്യ ഈ ഹരിവംശത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ എഴുതിയ PL വൈദ്യ ഇതിന് കൊടുക്കുന്നതായ ഡേറ്റ് എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടോ 4-ാം നൂറ്റാണ്ടോ ആണ്. 3-ാം നൂറ്റാണ്ടിന് 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഒരു പുരാണങ്ങളും എഴുതിയിട്ടില്ല, ഗീതയും എഴുതിയിട്ടില്ല, ഒരു ഹൈന്ദവ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടില്ല. ഓറൽ ട്രഡീഷനായിട്ട് ചില വേദങ്ങൾ കാണും, ഉപനിഷത്തുകൾ കാണും, അത് ശ്രുതിയായിട്ട് മനപ്പാഠമാക്കുന്നതാണ്. ഇതെല്ലാം എഴുതിയതാണ്. പുരാണങ്ങളെല്ലാം അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് എഴുതിയതാണ്. എഴുതിയ ഒരൊറ്റ ഗ്രന്ഥം പോലും AD 125 മുമ്പിലില്ല. ഇത് ഞാനല്ല പറയുന്നത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ളതായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പിഗ്രാഫിക്കൽ എവിഡൻസ് AD 125 മുമ്പ് ഒരു പാറ കഷ്ണത്തിൽ പോലും സംസ്കൃതം എഴുതിയിട്ടില്ല. മാനുസ്ക്രിപ്റ്റ് പോകട്ടെ, ഒരു ചെറിയ കഷ്ണത്തിൽ പോലും സംസ്കൃതം എഴുതിയെന്നുള്ളതിന് AD 125 മുമ്പ് തെളിവില്ല. നമ്മൾ വെറുതെ 10,000 വർഷം 5,000 വർഷം എന്നൊക്കെ നമ്മളെ കേൾക്കാനൊരു സുഖത്തിന് പറയുന്നതാണ്. തെളിവൊന്നും
ഇല്ല, തെളിവൊന്നുമില്ല. എന്ന് പറഞ്ഞ് AD 125 മുമ്പ് ഇവിടെ ഇൻസ്ക്രിപ്ഷൻ ഇല്ലായിരുന്നു എന്നല്ല. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനിൽ, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ദ്രവീഡിയൻ സ്ക്രിപ്റ്റുമായിട്ട്, അതെന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോ തമിഴോ പ്രോട്ടോ ദ്രവീഡിയൻ ലാംഗ്വേജോ ആണ്, അല്ലാതെ സംസ്കൃതം അല്ല. അതുപോലെ തന്നെ അശോക മഹാരാജാവ് അനേക മേജർ റോക്ക് പില്ലേഴ്സിലും മൈനർ റോക്ക് പില്ലേഴ്സിലും എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അതിൽ ഗ്രീക്ക് ഉണ്ട്. അശോക മഹാരാജാവ് ഗ്രീക്കിൽ എഴുതി വെച്ചു, അശോക മഹാരാജാവ് അറമിക്കിൽ എഴുതി വെച്ചു. പക്ഷേ അശോക മഹാരാജാവും സംസ്കൃതത്തിൽ എഴുതിയില്ല. കാരണം സംസ്കൃതത്തിൽ അന്ന് എഴുത്തില്ല, സംസ്കൃതത്തിൽ അന്ന് എഴുത്തില്ല. അറമിക്കിലും ഗ്രീക്കിലും എഴുതിയതായ അശോക മഹാരാജാവ് പോലും സംസ്കൃതത്തിൽ എഴുതിയിട്ടില്ല. ഒരൊറ്റ സംസ്കൃത കൃതി പോലും AD 100 മുമ്പ് എഴുതിയതാണെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവുമില്ല. വെറും അവകാശവാദങ്ങളും മാത്രം. ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ ചോദ്യം, ഞാൻ പറഞ്ഞു ശ്രുതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഉപനിഷത്തുകൾ, വേദങ്ങൾ മനപ്പാടമാക്കുന്ന ശ്രുതികൾ ഇതിനു മുമ്പുണ്ടായിരിക്കും. അതിലെവിടെയെങ്കിലും കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അതുകൂടെ നേവേദം നോക്കി ഞാൻ ബുദ്ധൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം ഇത് പറയാൻ കാര്യം, യേശു ജനിക്കുന്നതിന് മുമ്പ് പ്രവചനം ഉണ്ടായിരുന്നത് പോലെ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ശ്രീ എടമുറക്ക് സാറ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഭാഗം കൂടെ ഒന്ന് നോക്കി പോകുന്നത് ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് വളരെ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ. വേദങ്ങളിൽ 3 കൃഷ്ണനെ പറ്റി പറയുന്നുണ്ട്. 2 കൃഷ്ണന്മാരാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ബ്രാഹ്മണനായ കൃഷ്ണനും മറ്റേത് ഒരു അസൂര കൃഷ്ണനുമാണ്. അസൂരകൃഷ്ണൻ, ഈ അസൂരകൃഷ്ണനും, ഇത് ശ്രീ രവീന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ സാറിൻ്റെ മുന്നത്തെ സ്ലൈഡ്, പാർട്ട് 1 ചാപ്റ്റർ 15, ബുദ്ധനെ എറിഞ്ഞ കല്ലിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വേദങ്ങളിൽ അസൂരകൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ അസൂരകൃഷ്ണൻ ശ്രീകൃഷ്ണനായിരിക്കാമെന്ന് ചില ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. അത് ഞാനല്ല പറയുന്നത്, ഞാൻ കൃഷ്ണൻ അസൂരനാണെന്ന് ആരും പറഞ്ഞെന്ന് പറയരുത്. ഇത് ഹൈന്ദവ പണ്ഡിതന്മാർ ക്രിസ്തുവിന് മുമ്പ് എങ്ങനെങ്കിലും കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി പറയുന്ന ഗതികേടുകളാണ് ഇതൊക്കെ. അത് പറഞ്ഞിരിക്കുന്നത് ശ്രീ രവീന്ദ്രൻ സാർ തെളിവൊന്നും തന്നിട്ടില്ല, അദ്ദേഹം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിന് തെളിവ് തരാം. അത് ഋഗ്വേദ 8-ാം മണ്ഡലം 96-ാം ഹിംനിലാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ വി ബാലകൃഷ്ണൻ്റെയും ഡോക്ടർ എൽ ലീലാദേവിയുടെയും ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ സ്ലൈഡ് കൃഷ്ണ അസൂര എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ വേദങ്ങളിൽ ഒരു കൃഷ്ണ അസൂരൻ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു അസൂരൻ ആണ് പിൽക്കാലത്ത് ദേവനായിട്ട് പരിണമിച്ചതെന്ന് ഡി.ആർ. ബന്ദാക്കർ അദ്ദേഹത്തിൻ്റെ അടുത്ത സ്ലൈഡ് ഡി.ആർ. ബന്ദാക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകം സം ആസ്പെക്ട്സ് ഓഫ് ദി ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ പേജ് 82 മുതൽ 83 വരെയുള്ളതിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു അസൂര കൃഷ്ണൻ പിൽക്കാലത്ത് ദേവനായിട്ട് മാറിയതാണ്. അതിനുള്ള കാരണം പുരാണങ്ങളിൽ വരുമ്പോഴും കൃഷ്ണനും ഇന്ദ്രനും തമ്മിൽ യുദ്ധമുണ്ടല്ലേ. നമ്മൾക്കറിയാം ഗോവർദ്ധ പർവ്വതമൊക്കെ ഇങ്ങനെ ഉയർത്തി കൃഷ്ണൻ നിൽക്കുന്നത് ഇന്ദ്രനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പം മുൻകാലത്ത് കൃഷ്ണൻ അസൂരനായിരുന്നുവെങ്കിൽ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജനത ഈ അസൂരനെ പിടിച്ച് ദേവനാക്കിയതാണ് എന്ന് ബന്ദാക്കറാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല. അത് കഴിഞ്ഞ് സർവപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഫിലോസഫി വോള്യം 1 പേജ് 87 മുതൽ 88 വരെയുള്ളതിൽ അദ്ദേഹവും ഇതേ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കാലത്ത് അസൂരനായിരുന്ന കൃഷ്ണൻ പിൽക്കാലത്ത് ദേവനായി പരിണമിച്ചതായിരിക്കാം എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഇത് തന്നെ പത്മശ്രീ കൃഷ്ണപിള്ളൈ കൃഷ്ണൻകുട്ടി നായർ കൃഷ്ണ ചൈതന്യ എന്ന തുലിക നാമത്തിൽ എഴുതിയിരുന്ന ഇദ്ദേഹം എ ന്യൂ ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ചാപ്റ്റർ 6 അഡ്വഞ്ചർ ഇൻ ടു ദ ട്രാൻസെൻഡന്റ് പേജ് 160 ഇദ്ദേഹവും ഇതേ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് തന്നെ നമ്മൾ തെളിയിക്കുക, അംഗീകരിക്കുക. ഓക്കെ, ഹൈന്ദവ പണ്ഡിതന്മാർ പറഞ്ഞതല്ലേ, നമ്മളതങ്ങ് ഉപേക്ഷിക്കണ്ട. ഈ അസൂരനായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ജനനം, മരണം, അത്ഭുതങ്ങൾ ഇതൊക്കെ ഈ അസൂരൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ദ്രനുമായിട്ടൊരു യുദ്ധം ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ദ്രനുമായിട്ട് ഇപ്പോൾ ഏതായാലും കർത്താവായ യേശുക്രിസ്തു യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. അപ്പം പറഞ്ഞിട്ടുള്ളതിനകത്ത് സാമ്യവും ഇല്ല. അസുരൻ ദേവനായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും ആണെന്ന് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു അസുരനാണ്, ദേവനല്ല. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് കൃഷ്ണനെ പറ്റി ആകപ്പാടെ കാണുന്നത് ചന്ദയോഗ ഉപനിഷത്തിൽ, ഇത് രവീന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ കാണാവുന്നതാണ്. പാർട്ട് 1 ചാപ്റ്റർ 15 ചന്ദയോഗ ഉപനിഷത്തിൽ ഒരു കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു കൃഷ്ണൻ എന്നുള്ള വാക്ക് വരുമ്പോഴാണ് ഇത് കൃഷ്ണനാണെന്ന് പറഞ്ഞു പോകുന്നത്.
രവീന്ദ്രൻ സാർ ഇവിടെ ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒറിജിനൽ ഒന്നും ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല. ബൈബിള് മാത്രമല്ല, ഇദ്ദേഹം ഉപനിഷത്തുകളും ചെക്ക് ചെയ്യാറില്ലെന്നുള്ളതിനൊരു തെളിവാണിത്. ഇദ്ദേഹം ഇവിടെ പറയുന്നത് കൃഷ്ണനെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും അത് ദേവകി പുത്രനാണെന്ന് സൂചനയില്ല എന്നുള്ളതാണ്. നമ്മൾ വായിച്ചല്ലോ, ഞാനിത് അനാവശ്യമായിട്ട് പറയല്ല, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് ദേവകി പുത്രനാണെന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടില്ല പോലും. എന്നാൽ ഉപനിഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? ചന്ദേയോപി ഉപനിഷത്ത് 3:17-6 പറയുന്നത് കൃഷ്ണ ദ സൺ ഓഫ് ദേവകി. ഇത് സർവപ്പള്ളി രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് സർവപ്പള്ളി രാധാകൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്തതായ ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. അത് തന്നെ വി ബാലകൃഷ്ണനും ഡോക്ടർ ആർ ലീലാവതിയും ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് എന്താ പറയുന്നത്? കൃഷ്ണായ ദേവകി പുത്രയോ, അതാ ദേവകി പുത്രനായ കൃഷ്ണൻ എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഉപനിഷത്ത് എടുത്തു നോക്കിയിട്ട് രവീന്ദ്രൻ സാർ പറയുകയാണ് ദേവകി പുത്രനൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ഇദ്ദേഹം വായിക്കുന്നത്. ഡേറ്റ വെച്ച് സംസാരിക്കാൻ നിരീശ്വരവാദികൾക്ക് അറിയത്തേയില്ല. ഇവർ പറയുന്നത്, നമ്മൾ മുമ്പത്തെ പ്രസംഗത്തിൽ കേട്ട്, ഇവർ പറയുന്നത് ശുദ്ധ മണ്ടത്തരങ്ങളാണ്. കോട്ട് ചെയ്യത്തില്ല. ഒന്നാമത് കോട്ട് ചെയ്താൽ അത് മണ്ടത്തരമാണ് തന്നെ. ഇത് യഥാർത്ഥത്തിൽ ഇത് കൃഷ്ണനാണെന്ന് പറയാനുള്ള ഏക കാരണം ദേവകിപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. കൃഷ്ണൻ അല്ലെന്ന് പറയാനുള്ള കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ ഗുരുവും പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ ഗുരുവും രണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ ഉപദേശവും ചിലരുടെ അഭിപ്രായത്തിൽ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ ഉപദേശവും രണ്ടാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നതുകൊണ്ടാണ് ഇത് രണ്ടാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ കാര്യങ്ങളെ നമ്മൾ കൃഷ്ണനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ഈ ഓറൽ ട്രഡീഷൻ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ വാമൊഴിയാൽ വേദങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചാൽ പോലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് എവിടാ കോപ്പി അടിച്ചോ? നമ്മൾ കോപ്പി അടിച്ചോ? സുവിശേഷങ്ങൾ കോപ്പി അടിച്ചു എന്ന് പറയാൻ ഒരു തരി തെളിവ് പോലും നിരീശ്വരവാദികൾക്ക് കഴിയത്തില്ല. നമുക്ക് ഇത്രയും ഒക്കെ കാണിച്ചിട്ടാണ് ഇടമുറക്ക് സാറൊക്കെ ഈ പുസ്തകം 2 ലക്ഷം കോപ്പി പുസ്തകം കേരളത്തിൽ വിറ്റിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, ഇത്രയും മണ്ടത്തരങ്ങൾ എഴുതി ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന പുസ്തകമാണ്. ഇതിൻ്റെ ഒരു അധ്യായമാണ്, ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ആസ്പെക്റ്റാണ് ഞാൻ പരിശോധിച്ചത്. ഇനി 2ലേക്ക് വരാം. ബുദ്ധമതവും ക്രിസ്തുമതവും അദ്ദേഹത്തിൻ്റെ 4-ാം അധ്യായത്താണ്. 4-ാം അധ്യായത്തിൽ അതിൽ പറയുന്നത് ത്രിപീഡികങ്ങൾ, ലളിത വിസ്താരം, ധർമ്മപദം എന്നിവ പരിശോധിച്ചാൽ കൃഷ്ണകഥയും ക്രിസ്തു കഥയും സമ്പൂർണമായി തന്നെ അതിൽ അടങ്ങിയിരിക്കുന്നത് കാണാം. മനസ്സിലായോ? സുവിശേഷങ്ങൾ സമ്പൂർണമായിട്ട് ബുദ്ധഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നാണ് ഈ യുക്തിവാദി പണ്ഡിതൻ. ഇദ്ദേഹം ചെറുയൊരു ചോട്ടാമോട്ട യുക്തിവാദി പണ്ഡിതനല്ല. ഇടമുറക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ റാഷണാലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. 1 ലക്ഷത്തിലധികം മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ റാഷണാലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയെ കൊണ്ടുവന്നിട്ട് നിരീശ്വരവാദികളുടെ മണ്ടത്തരമെന്നല്ല നമ്മൾ പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ്റെ ബുദ്ധിജീവിയുടെ പുസ്തകമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധ വെക്കണം. ഇവരുടെ ഏറ്റവും സമുന്നതമായ, ഇവരിന്നും പാടിക്കൊണ്ട് നടക്കുന്നതായ ഗ്രന്ഥമാണ് നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹം പറയുന്ന ബുദ്ധമതത്തിൽ സുവിശേഷം പൂർണ്ണമായിട്ടുണ്ട്. ഇതെല്ലാം ക്രിസ്തുവിന് മുമ്പ് എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് അതേ 4-ാം അധ്യായത്തിൽ തന്നെ അദ്ദേഹം റെയ്സ് ഡേവിഡ്സ് എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടി ഇതുകൊണ്ട് പറയുന്നുണ്ട്, ത്രിപീഡികങ്ങളിലെ സുവിശേഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, അതുകൊണ്ട് സുവിശേഷങ്ങൾ കോപ്പി അടിച്ചതാണ്. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അതിശയത്തിൽ, ഇദ്ദേഹം 23 പോയിന്റുകൾ ഈ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 23 പോയിന്റിന് ഇദ്ദേഹം റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇദ്ദേഹം റെഫറൻസ് കൊടുത്ത് എല്ലാ റെഫറൻസും എടുത്ത് നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ? 50% കോട്ടുകൾ 2 ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. റൊമാൻറ്റിക് ലെജൻഡ് ഓഫ് സാഗ്യ ബുദ്ധ ഫ്രം ചൈനീസ് സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നും ഏഞ്ചൽ മെഷയ ഓഫ് ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം. ഈ ഏഞ്ചൽ മെഷയ ഓഫ് ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം അത് റൊമാൻറ്റിക് ലെജൻഡിനെ കോട്ട് ചെയ്യുന്നതാണ്. സത്യത്തിൽ ഒരു സോഴ്സാണ്. ഈ 2 പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൊമാൻറ്റിക് ലെജൻഡ് എന്ന് പറയുന്ന പുസ്തകം, ഈ ചൈനീസിൽ എഴുതിയ പുസ്തകം, അതെന്നാണ് എഴുതിയത്? അല്ലേ? അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കണ്ടേ? ആ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ഈ പുസ്തകം നമ്മളൊന്ന് മേടിച്ച് നോക്കുമ്പം എന്താണെന്നറിയാമോ? അതിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഈ ചൈനീസ് ഗ്രന്ഥം എഴുതിയത് ക്രിസ്തുവിന് ശേഷം 600 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ക്രിസ്തുവിന് വേഷം 600 വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞ് അതിൽ തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകം എടുത്ത് ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടിയല്ല ഇവന്മാർ ഈ പുസ്തകം ഇറക്കുന്നത്.
ഞാൻ മറ്റൊരു പുസ്തകത്തിൽ നിന്നല്ല ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവർ കോട്ട് ചെയ്ത പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് AD 600 എഴുതിയ പുസ്തകമാണെന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ പണ്ഡിതൻ തന്നെ, അദ്ദേഹം തന്നെ അതിൽ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ചിലർ, നമ്മൾ ശ്രദ്ധിക്കണം ഇത്, അതുകൊണ്ട് ചിലർ ഈ ബുദ്ധിസ്റ്റ് ഗ്രന്ഥം സുവിശേഷങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള പുസ്തകം എടുത്ത് ലജ്ജയില്ല യുക്തിവാദികളെ നിങ്ങൾക്ക്? നിങ്ങൾ യുക്തിവാദികളാ? അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് ക്രൈസ്തവരുമായിട്ട് 6-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ബന്ധമില്ലെന്ന് തെളിയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ലിങ്ക് ഇല്ലെങ്കിൽ ബുദ്ധൻ്റെ കഥ കോപ്പി അടിച്ചതല്ലെന്ന് നമുക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാരും വായിക്കുകയില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന താരങ്ങളാണ് ഈ ഇടമുറക്കും രവീന്ദ്രൻ സാറുമെല്ലാം. അല്ലെന്ന് തെളിയിക്കേ. ഞാൻ അവർ പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന എൻ്റെ അഭിപ്രായം അല്ല ഇവിടെ പറയുന്നത്. അത് കഴിയട്ടെ. മറ്റ് ലളിതവിസ്താര എഴുതിയത് ക്രിസ്തുവിന് മുമ്പാണോ? പ്രൊഫസർ E.W. ഹോപ്കിൻസ്, ഇദ്ദേഹം യേൽ യൂണിവേഴ്സിറ്റിയിലെ സാൻസ്ക്രിത് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ലളിതവിസ്താരയ്ക്ക് കൊടുത്തിരിക്കുന്നത് AD 500. നമ്മൾ ഓർക്കണം, സംസ്കൃതത്തിലാണ് ലളിതവിസ്താരം എഴുതിയിരിക്കുന്നത്. സംസ്കൃത ഗ്രന്ഥങ്ങളൊന്നും AD 125 മുമ്പ് എഴുതപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ ഒക്കത്തില്ല. അത് ഏത് ഗ്രന്ഥമാണെങ്കിലും ഒക്കുകയില്ല. അത് നമ്മൾ മനസ്സിലിരിക്കുന്നോണം. പാലി ഗ്രന്ഥങ്ങൾ യേശുക്രിസ്തുവിന് മുമ്പ് എഴുതുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. പക്ഷേ ഒരു സംസ്കൃത ഗ്രന്ഥവും യേശുക്രിസ്തുവിന് മുമ്പ് എഴുതിയതേ അല്ല. അദ്ദേഹം തന്നെ പറയുന്നത്, E.W. ഹോപ്കിൻസ് തന്നെ പറയുന്നത്, ഇതെല്ലാം ഒരു ഊഹം മാത്രമാണ്. ക്രിസ്തുവിന് മുമ്പ് എഴുതിയെന്ന് പറയുന്നതൊക്കെ വെറും ഊഹം മാത്രമാണ്. ഇതുകൊണ്ട് ബുദ്ധചരിത എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ആദ്യത്തെ ജീവചരിത്രമാണ്. ഈ ബുദ്ധചരിത്രം എഴുതിയതെന്നാ ക്രിസ്തുവിന് ശേഷം. ബുദ്ധചരിത എന്ന കൃതി എഴുതിയതും ക്രിസ്തുവിന് ശേഷം. നമ്മുടെ ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അറിയാം, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ ഒരു ചരിത്ര പുരുഷന്റെ പോലും ജീവചരിത്രം ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ തലമുറ എഴുതിയിട്ടില്ല. സമാനകളില്ലാത്ത ചരിത്ര പുരുഷൻ എന്നുള്ള ബ്രദർ അനിൽകുമാറിന്റെ അവതരണത്തിൽ നമുക്കത് തെളിവുകളോടുകൂടി കാണാവുന്നതാണ്. യേശു ക്രിസ്തു മാത്രം അതുല്യനായി നിസ്തുല്യനായി അവൻ ചരിത്രത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇതുകൊണ്ട് എഡ്വേർഡ് ജെ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം ലൈഫ് ഓഫ് ബുദ്ധ ആസ് ലെജൻഡ് ആൻഡ് ഹിസ്റ്ററി, ഇത് ക്ലാസിക്കൽ ഗ്രന്ഥമാണ്. ഇതൊരു ക്ലാസിക്കൽ ഗ്രന്ഥമാണ്. ഇന്നും ബുദ്ധൻ്റെ ബയോഗ്രഫി പഠിക്കേണ്ടവരുടെ ക്ലാസിക്കൽ ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും സാമ്യം പറയുന്നത് ഇപ്പം അദ്ദേഹം പറയുന്നൊരു വാചകം ഞാൻ പറയട്ടെ. അദ്ദേഹം പറയുന്നത്, ബുദ്ധ മതഗ്രന്ഥങ്ങളെപ്പറ്റി നേരിട്ടുള്ള അറിവുള്ളവർ കൃഷ്ണനും സാമ്യമുണ്ടെന്ന് പറയത്തില്ല. അവരുടെ അറിവ് കൂടും തോറും സാമ്യങ്ങളുടെ എണ്ണം കുറയും. കാരണം ക്രിസ്തുവിന് മുമ്പ് ഈ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല. കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവിശേഷത്തിൽ നിന്ന് അങ്ങോട്ടേ കോപ്പി അടിച്ചിട്ടുള്ളൂ, ഇങ്ങോട്ടൊരു കോപ്പിയടി നടന്നിട്ടില്ല. അതിന് തെളിവില്ല. ക്രോണോളജിക്കൽ എവിഡൻസ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിയാലും മതി അല്ലേ? ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിയാലും നമ്മുടെ വാദം കഴിഞ്ഞു. കാരണം ക്രോണോളജി തെറ്റിയെങ്കിൽ ഇനി ഒന്നും നോക്കിയിട്ടും കാര്യമില്ല. എങ്കിലും ഇവരുടെ മണ്ടത്തരം കാണിക്കേണ്ടത് കൊണ്ട് മാത്രം, വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ മടയത്തരം മുന്നോട്ട് വെക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വളരെ വേഗത്തിൽ പോട്ടെ. ഹിസ്റ്റോറിക്കൽ ലിങ്ക് നമ്മൾ പറഞ്ഞു, കിട്ടുവും മുട്ടും തമ്മിൽ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും മുട്ടും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു എന്നൂടെ തെളിയിക്കണം. മുട്ടു കിട്ടുവിന് മുമ്പ് എഴുതിയെന്ന് മാത്രമല്ല, ഇവർ നമ്മൾ പരസ്പരം ബന്ധം ഉണ്ടായിരുന്നു എന്നൂടെ തെളിയിക്കണം. ഹൈന്ദവ യഹൂദ ബ്രഹ്മന്മാർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നതായിട്ട് ഇടമുറക്ക് ഒരു തരി തെളിവ് പോലും തരുന്നില്ല. ഇനിയും ബുദ്ധനുമായിട്ടോ അവർ പറയുന്ന എസൻസികൾ, ക്രിസ്തുവിന് മുമ്പ് ചെയ്യുന്ന എസന്നികൾ അവർ ബുദ്ധിസ്റ്റുകളായിരുന്നു എന്നാ. ഇത് ഡെഡ് സീ സ്ക്രോൾസ് കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു ഊഹത്തിൻ്റെ സ്ഥാനമെങ്കിലും കൊടുക്കായിരുന്നു. ഡെഡ് സീ ചാവുകടൽ ചുരുളുകൾ കിട്ടിയതിന് ശേഷം ഈ മണ്ടത്തരം വിളിച്ചു പറയുന്നവരെ എന്തു വിശേഷിപ്പിക്കാനാണ്? കാരണം ചാവുകട ചുരുളുകളിൽ ഒരു വാക്ക് പോലും ബുദ്ധൻ്റെ ഇല്ല. നോൺ ബിബ്ലിക്കൽ സോഴ്സ് ആയിട്ടുള്ള ഞാൻ ആ ഗ്രന്ഥം എൻ്റെ ഇതിലുണ്ട്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചോദിക്കാമെന്ന ആവശ്യമുള്ളവർക്ക് ഞാൻ കാണിക്കാം. ബൈബിളിൻ്റേതല്ലാത്തതായ, അതായത് എസ്തേറിൻ്റെ പുസ്തകം ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകത്തിൻ്റെയും ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ് നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
ചാവുകടൽ ചുരുളുകളിൽ നിന്ന്. ഈ ബൈബിളിൻ്റെ ഗ്രന്ഥങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബൈബിളിൻ്റെ കമൻട്രികളാണ്. ഈ ബൈബിളിൻ്റെ കമൻട്രികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേവ്യ പുസ്തകം ലേവ്യരെ പറ്റിയുള്ള യാഗങ്ങളെ പറ്റിയുള്ളത് കിട്ടും. അത് കഴിഞ്ഞ് അവരുടെ റിച്വൽസിനെ പറ്റി കിട്ടും. ഇതല്ലാതെ ബുദ്ധനെ പറ്റിയോ ബുദ്ധമത ഗ്രന്ഥത്തെ പറ്റിയോ അവരുടെ സവിശേഷതകളെ പറ്റി പറയുന്ന ഒരു വാക്ക് പോലും, ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് പോലും ഇല്ല. അപ്പോൾ ചിലർ പറയും ബുദ്ധമത ഗ്രന്ഥത്തിൽ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് ബുദ്ധനായിരുന്നു. അത് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു സ്ലൈഡ് പറയട്ടെ, 84ാമത്തെ സ്ലൈഡ്. ഈ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് ജീവിച്ചിരുന്നത് ഈ ചാവുകടൽ ചുരുളുകളുടെ പ്രകാരം നെബുക്കദ്നേസറിന് ശേഷം 390 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ AD BC 170 BC 200 ജീവിച്ചിരുന്നതായ ഒരു വ്യക്തിയാണ്. ഇതെങ്ങനെ ബുദ്ധനാകുന്നത്? തന്നെയല്ല, ഈ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ്സിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് ന്യായപ്രമാണം പഠിപ്പിച്ചെന്നാണ് പറയുന്നത്. അത് ബുദ്ധനാവുന്നു. ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു തരുന്നത് ബുദ്ധനാവുന്നു. ടീച്ചർ ഓഫ് റൈച്ചസ്നെസ് ഒരിക്കലും ബുദ്ധനല്ല, ഒരിക്കലും ബുദ്ധനല്ലെന്നുള്ളത് ചാവുകടൽ ചുരുളുകൾ പരിശോധിച്ചുള്ളതാണ്. റയസ് ഡേവിഡ്സിനെ പറ്റിയാണ് നമ്മുടെ ഇടമുറക്ക് സാറ്, അടുത്ത സ്ലൈഡ്, ഇടമുറക്ക് സാറ് ഉദ്ധരിക്കുന്നത് ബുദ്ധമത പണ്ഡിതൻ എന്ന് പറഞ്ഞ്. ഈ റയസ് ഡേവിഡ്സ് ഈ ഇടമുറക്ക് കൂട്ടി എന്ന പുസ്തകം തന്നെ ഈ ഏഞ്ചൽ മെഷയ, ഞാൻ പറഞ്ഞല്ലോ 50% കൊട്ടേഷനിൽ റൊമാൻറ്റിക് ഹിസ്റ്ററി ഓഫ് ബുദ്ധയും ഏഞ്ചൽ മെഷയ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ പുസ്തകത്തെ പറ്റി ഈ റയസ് ഡേവിഡ്സ് തന്നെ പഠിച്ചിട്ട് പറയുന്നത് ഐ ക്യാൻ ഫൈൻഡ് നോ ലിങ്ക്, ഹിസ്റ്റോറിക്കൽ ലിങ്ക്, ഒരു തെളിവും ബുദ്ധമതം അവിടെ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതിന് എനിക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയയും തെറ്റി അല്ലേ? ഇതിന് മുമ്പ് എഴുതിയതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ബന്ധമില്ലായിരുന്നു, എന്നാൽ ക്രിസ്തുവിന് ശേഷം ബന്ധമുണ്ടായിരുന്നു. കാരണം ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ട്. AD 500 മുമ്പ് ഉറപ്പായിട്ട് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ സുവിശേഷം പലയിടങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പി അടിച്ചു എന്ന് പറയണമെങ്കിൽ ഞങ്ങളുടേന്ന് നിങ്ങൾ കോപ്പി അടിച്ചു എന്നല്ലാതെ നിങ്ങളുടേന്ന് ഞങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല. നമ്മൾ ഇത് ഓർത്തിരുന്നോണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിന് ശേഷം ലോകത്തിലെ സർവമാന മതങ്ങളും അതിനോട് പ്രതികരിക്കാൻ നിർബന്ധിതരായി. ലോകത്തെ കീഴ്മേൽ മറിച്ച ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനുശേഷം ഹൈന്ദവർ അവരുടെ ഗ്രന്ഥങ്ങൾ, ബുദ്ധിസ്റ്റുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ, മറ്റു മതക്കാർ അവരുടെ ഗ്രന്ഥങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. കാരണം യുഗപ്രഭവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കുവാൻ, പകരം വെക്കുവാൻ അവർക്ക് ഒരു പുരുഷനില്ലായിരുന്നു. അന്നുമില്ല, ചരിത്രത്തിൽ ഇന്നും ഇല്ല. ഞാൻ വളരെ വേഗത്ത് ഈ മറ്റു പോയിന്റുകളൂടെ പറഞ്ഞ് അടുത്തൊരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 50% എടുത്തിരിക്കുന്നത് ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. അതിനെപ്പറ്റി പരിശോധിക്കേണ്ട കാര്യമില്ല, എങ്കിലും 2-3 പോയിന്റുകൾ വിഡ്ഢിത്തരം കാണിക്കാൻ വേണ്ടി, തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ പരിശോധിക്കുന്നുണ്ട്. ഈ 50% അല്ലാത്ത പുസ്തകങ്ങളിൽ നിന്ന് നമ്മളൊന്ന് വായിക്കാം. അദ്ദേഹം ചാപ്റ്റർ 4, ഇടമുറക്ക് ചാപ്റ്റർ 4 പോയിന്റ് 13-14, ബുദ്ധൻ രണ്ടാമത് വരുമെന്നും അന്ത്യകാലത്ത് ബുദ്ധിസ്റ്റുകളെ ന്യായം വിധിക്കുമെന്നും ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. സത്യത്തിൽ ബുദ്ധമതത്തിൻ്റെ ABCD അറിയാവുന്നവർക്കറിയാം, ഇങ്ങനെയൊന്നും അല്ല ബുദ്ധമതം പഠിപ്പിക്കുന്നത്. എങ്കിലും ടിബറ്റിൽ ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ദി ഒറിജിൻ ഓഫ് ഓൾ റിലീജിയസ് വർഷിപ്പ്, പേജ് 366 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഗ്രന്ഥമാണ്. നമ്മൾ ആ ഗ്രന്ഥത്തിലേക്ക് പോവാം. അടുത്ത സ്ലൈഡ്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാഗം അറിയാം, അതുകൊണ്ട് സുവിശേഷങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ വായിച്ചു നോക്കാം. അതായത് ചില ബുദ്ധമത വിഭാഗക്കാർ കാലൻ പോലെ, യമദൂതൻ പോലെ ബുദ്ധനെയും നരകത്തിൽ ചെല്ലുമ്പോൾ വിധിക്കുന്ന ഒരു പുരുഷനായിട്ട് ചിലർ സങ്കല്പിച്ചിരുന്നു. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശ്രീ എടമുറക്ക് സാറ് വായിച്ചിരിക്കുന്നത് ബുദ്ധൻ രണ്ടാമത് വരുമെന്നും ലോക ജനതയെ ന്യായം വിധിക്കുവാൻ പോകുന്നുവെന്നുമാണ്. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കള്ളത്തരം കാണണം. ഇദ്ദേഹം കോട്ട് ചെയ്ത പുസ്തകത്തിന്റെ റെഫറൻസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ശ്രീ എടമുറക്ക് സാറിന്റെ മകൻ സനൽ മുടർമുക്കുണ്ടല്ലോ, ആ സനൽ മുടർമുക്കിനോട് ഞാൻ അപേക്ഷിക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയണം. പക്ഷേ അതിന് അദ്ദേഹത്തിന് മാപ്പ് പറയാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹം ഇന്നൊരു കള്ളക്കേസിൽ, അദ്ദേഹം മറ്റൊരു എത്തിസ്റ്റിനെ ചതിച്ചതിൻ്റെ കേസിൽ ഇന്ന് കുടുങ്ങി അതിൻ്റെ പിന്നിൽ ഓട്ടം ഓടുകയാണ്. അതിനിടയിൽ സമയമുണ്ടെങ്കിൽ ഇതൂടെ ഏറ്റെടുത്തത് മാപ്പ് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അടുത്തത് ഇത് ഞാൻ അടുത്ത പോയിന്റ് 16-ാമത്തെ പോയിന്റാണ്.
ബുദ്ധശിഷ്യനായ ആനന്ദനിൽ നിന്ന് ഒരു ചണ്ടാള സ്ത്രീ വെള്ളം വാങ്ങി കുടിച്ചു. ഇത് ഇടമുറക്ക് സാറ് പറയുന്ന യേശു ക്രിസ്തു ശമരിയക്കാരി സ്ത്രീയുടെ നിന്ന് വെള്ളം കൂടി മാടി കുടിച്ചത് അത് അപ്പാടെ കോപ്പി അടിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നത്. ബുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് യേശു ക്രിസ്തു കോപ്പി അടിച്ചതാണെന്നുള്ളതാണ്. ഇത് മാക്സ് മുള്ളർ നമുക്കറിയാം, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഒരു കഥ, ബുദ്ധൻ്റെ കഥ ആദ്യമായിട്ട് ഏതെങ്കിലും ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ വരുന്നത് ദിവ്യവന്ദന എന്ന് പറഞ്ഞതായ ബുദ്ധമത ഗ്രന്ഥത്തിലാണ്. ഇതൊരു സംസ്കൃത ഗ്രന്ഥമാണ്. അല്ലെ, ഈ ഒരു ഗ്രന്ഥത്തിൽ വരുന്നത് ദിവ്യവന്ദന പറയുന്ന ഗ്രന്ഥം 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷം ഒരു 100 വർഷം കൂടെ കഴിഞ്ഞിട്ട് എഴുതിയ പുസ്തകമാണ്. ഇനി അത് പോട്ടെ, ഈ കഥ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അത് പിൻകാലത്ത് എഴുതിയതാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. എല്ലാം നമ്മളങ്ങനെ എഴുതിയിട്ടില്ലെന്ന് പറയാതെ ഈ കഥ എന്താണെന്നൂടെ ഒന്ന് പരിശോധിക്കാം. കാരണം കുമാരനാശാനൊക്കെ ഈ ചണ്ടാള ഭിഷുകി എഴുതിയപ്പം ഈ കഥ നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കഥ ഒറിജിനൽ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ചില പ്രത്യേകതകൾ മാത്രം കാണിച്ച് ഞാനൊന്ന് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആനന്ദൻ ഇത് ദിവ്യവന്ദനയ്ക്കകത്തുനിന്ന് എടുത്തതാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിന്ന് എടുത്താണ്. അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ആനന്ദൻ, ബുദ്ധശിഷ്യനായ ആനന്ദൻ ഈ ചണ്ടാള ഭിഷുകിയുടെ അടുക്കെ വരികയും വെള്ളം വാങ്ങി കുടിക്കുകയും ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നൊക്കെ പറഞ്ഞ് വെള്ളം വാങ്ങി കുടിച്ച് തിരിച്ചു പോയപ്പോൾ ഇവക്ക് ഈ ആനന്ദനോട് പ്രേമം തോന്നി. ആനന്ദനോട് പ്രേമം തോന്നിയിട്ട് ഇവളിവിടെ മാതാവിനോട് വന്ന് പറഞ്ഞു. ഇങ്ങനെയല്ല നിങ്ങൾ ചണ്ടാള ഭിഷുകി വായിച്ചിരിക്കുന്നത്, യഥാർത്ഥ കഥ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആനന്ദനോട് പ്രേമം തോന്നിയപ്പോൾ അവളുടെ അമ്മ ഒരു മന്ത്രവാദം ചെയ്ത് ആനന്ദനെ തിരിച്ചു കൊണ്ടുവരിക. ഇവളപ്പോൾ അവിടെ ഉടുത്തഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ നോക്കണം, ഇത് ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സാമ്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇങ്ങനെ മന്ത്രവാദം ചെയ്ത് ആനന്ദൻ തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ആനന്ദൻ മനസ്സിലായി താൻ ചതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആനന്ദൻ ബുദ്ധനെ ധ്യാനിച്ചു. ബുദ്ധൻ മറുമന്ത്രവാദം ചെയ്ത്, ബുദ്ധൻ ഇവരുടെ യുക്തിവാദി നേതാവാണ്, ബുദ്ധൻ മറുമന്ത്രവാദം ചെയ്ത് ആനന്ദനെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും കഥ കഴിയുന്നില്ല. ഇവള് തിരിച്ച് പിന്നെയും ഇവള് മടുക്കാതെ ബുദ്ധമുനിയെ ചെന്ന് കാണുന്നുണ്ട്. ബുദ്ധമുനിയെ ചെന്ന് കാണുമ്പോൾ അപ്പനമ്മമാരോട് പെർമിഷൻ ചോദിച്ച് ഇവട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ സംഘത്തിൽ ചേർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ സംഘത്തിൽ ചേർത്തു. നമ്മളത് മനസ്സിലാക്കണം. ബുദ്ധൻ്റെ കൂട്ടത്തിൽ ഒരു അടിമയ്ക്കോ സ്ത്രീക്കോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യജമാനൻ്റെ നിന്നും മാതാപിതാക്കളുടെ നിന്നോ ഭർത്താവിൻ്റെ നിന്നോ പെർമിഷൻ വേണം. കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളെ സ്വാതന്ത്ര്യനാക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നായകനായ കർത്താവായ യേശു ക്രിസ്തു, അടിമകളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി കന്ന കർത്താവായ യേശു ക്രിസ്തു. അതുപോലെയല്ല ബുദ്ധൻ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നതായ മേൽജാതി ആളുകൾ ഇതിനെതിരെ തിരിഞ്ഞു. ഈ ഒരു ചണ്ടാള സ്ത്രീ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവർ ബുദ്ധൻ്റെ അടുക്കൽ വന്നു. ഇത് ബുദ്ധമത ഗ്രന്ഥത്തിലുള്ള കഥയാണ്. ബുദ്ധൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഈ ചണ്ടാള സ്ത്രീ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പോകുന്ന? അപ്പം ബുദ്ധൻ പറഞ്ഞൊഴിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഇവൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നെന്ന്. ഇതാണോ ശമരിയക്കാരി സ്ത്രീ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശമരിയക്കാരി സ്ത്രീ എന്ന് പറഞ്ഞാൽ പാപിയായ ശമരിയക്കാരി സ്ത്രീയെ പരിശുദ്ധയാക്കി അവളെ ആദ്യത്തെ സുവിശേഷകയാക്കി മാറ്റിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തോട് ഈ കഥകൾ എങ്ങനെ തുലനം ചെയ്യാൻ കഴിയും? വെള്ളം മേരി കുടിച്ചു എന്നുള്ളതല്ലാതെ ഒരു സാമ്യവും ഇതിനകത്ത് ഇല്ല. യഥാർത്ഥത്തിൽ കഥ അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മറ്റേ മണ്ടത്തരം മാത്രം പറഞ്ഞു പോയാൽ ഇവർ ഈ മണ്ടത്തരം തെളിയാതിരിക്കും. മറ്റേ മണ്ടത്തരം ഈ ക്രോണോളജി മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നെങ്കിലും ഇവരുടെ വാദം കഴിയും. പക്ഷെ ഇവരുടെ മണ്ടത്തരം കാണിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 15-ാമത്തെ ഈ 4-ാം അധ്യായം 15 ഇതാണ്: ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ബുദ്ധൻ ഏറ്റുവാങ്ങി ലോകത്തെ സ്വാതന്ത്ര്യമാക്കിയതായി ബുദ്ധമതഗ്രന്ഥങ്ങളിൽ കാണുന്നു. ജോസഫ് ഇടമുറക്കെ സാർ എഴുതുന്നതാണ്. അപ്പം നമ്മളൊന്നും ഞെട്ടു, അയ്യോ ബുദ്ധനും സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ് വല്ലതും ചെയ്തോ? അങ്ങനെയല്ലേ നമ്മളിത് വായിച്ചു പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന സോഴ്സ് ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ മാക്സ് മുള്ളറിൻ്റെ പേജാണ്. മാക്സ് മുള്ളർ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? മാക്സ് മുള്ളർ കോട്ട് ചെയ്തിരിക്കുന്ന കുമാരില ഭട്ട് എന്ന് പറഞ്ഞ പൂർവ്വമീമാംസയുടെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനെയാണ്. ക്രിസ്തുവിന് ശേഷം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ ഒരു എഴുത്തുകാരനെയാണ് മാക്സ് മുള്ളർ കോട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കണം, ഇവരുടെ കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്മാർ ഒന്നാം തരം കള്ളക്കാരാ, പോക്കറ്റടിക്കാരാ. മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ നിന്നിരിക്കുന്ന കാശ് എങ്ങനെ എൻ്റെ പോക്കറ്റിലാക്കാമെന്ന് ചിന്തിച്ചിട്ട് പുസ്തകം എഴുതുന്നവന്മാരാ. അതുകൊണ്ട് പോക്കറ്റടിക്കാരെന്ന് മലയാള ഭാഷയിൽ സാധാരണ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ എഴുതുന്നവരാണ്.
എന്നാൽ മാക്സ് മുള്ളർ ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് കുമാരഭട്ട് ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ഇദ്ദേഹം ബുദ്ധനെ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്തു. അതായത് ക്ഷത്രിയനായ ബുദ്ധൻ എങ്ങനെയാണ് മതം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? ബ്രാഹ്മണനല്ലേ മതം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇങ്ങനെ അദ്ദേഹം ബുദ്ധമതക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പാപങ്ങൾ വേണമെങ്കിൽ ബുദ്ധൻ അങ്ങ് ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞതിനെയാണ് സർവ്വലോകത്തിൻ്റെയും കുഞ്ഞാളായി അറക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ഈ മഹാപണ്ഡിത ശിരോമണി മഹാവിദ്വാൻ നിരീശ്വരവാദികളുള്ള താണപ്പെട്ട ദൈവം തലതൊട്ടപ്പനായ ഇടമുറക്ക് സാമ്യം കണ്ടെത്തുന്നത്. മണ്ടത്തരം എന്നല്ലാതെ എന്തു പറയാനാണ്? ഞാൻ അടുത്തിലേക്ക് പോവാണ്. 23 ഇത് പോയിന്റ് 23 എന്നൊക്കെ ഞാൻ പറയുന്ന അക്കമിട്ട് ഇടമുറക്ക് കൊടുത്തിരിക്കുന്ന പോയിന്റാണ്. ചാപ്റ്റർ 4 കൊടുത്തിരിക്കുന്ന പോയിന്റാണ്. യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ വസ്ത്രം വഴിയിൽ വിരിക്കുകയും വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറുകയും ചെയ്തതായി ബൈബിളിലുണ്ട്. കുതിരപ്പുറത്ത് കയറിപ്പോയ ബുദ്ധന്റെ വഴിത്താരയിൽ ദേവന്മാർ പൂക്കളും ഇലകളും വിരിച്ചതായി ബുദ്ധമതക്കാരുടെ കഥകളിലും കാണാം. സോഴ്സ് ബുദ്ധിസ്റ്റ് സ്റ്റോറി ഹാർഡി ആർ സ്പെൻസിൻ്റെ ദ ലെജൻസ് ആൻഡ് തിയറീസ് ഓഫ് ബുദ്ധിസ്റ്റ് കമ്പയർഡ് ടു ദ ഹിസ്റ്ററി ആൻഡ് സയൻസ്. അദ്ദേഹം ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന, ഈ പുസ്തകത്തിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഒട്ടുകേറെ പൊട്ടക്കഥകളുണ്ട്, കെട്ടുകഥകളുണ്ട് എന്ന് പറയാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. ആ കഥ എന്താണെന്നൊന്ന് വായിക്കാം. ആ ഹാർഡി എസ് സ്പെൻസിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അദ്ദേഹം പറയുന്നത്, ഈ ബുദ്ധമതക്കാർ പറയുന്നത് 36 ഫീറ്റ് നീളമുള്ള ഒരു കുതിര ബുദ്ധനുണ്ടായിരുന്നു. 36 ഫീറ്റ്, നമുക്കറിയാമല്ലോ. 36 ഫീറ്റ് നീളമുള്ള കുതിരയുടെ മേൽ ബുദ്ധൻ 500 കിലോമീറ്റർ, അതായത് അദ്ദേഹം പറയുന്നത് 300 മൈൽ, ഏതാണ്ട് 500 കിലോമീറ്റർ ഒരു രാത്രി യാത്ര ചെയ്തപ്പോൾ ഈ ദേവതകൾ പൂവുകൾ വഴിയിൽ വിതറിയില്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ യാത്ര ചെയ്യാമായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് കഥ. ഈ കഥയെടുത്ത് ഒരു കഴുതക്കുട്ടിയുടെ മേൽ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിലേക്ക് ഇത് ചെയ്തപ്പം അതിൽ നിന്ന് ഇത് കോപ്പി അടിച്ചതാണെന്ന് പറയാനുള്ള വിവരമാണ് ഇയാൾക്ക്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യത്തെ ഒന്നിൽ തന്നെ ഇവരുടെ വാദം കഴിഞ്ഞുവെങ്കിലും ഇവന്മാരുടെ മണ്ടത്തരങ്ങൾ കാണിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഇത് കിടന്നത്. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തുകയാണ്. ആ മറ്റ് ചില പോയിന്റുകളിലൂടെ ഞാൻ നോക്കി പോവുകയാണ്. ഇത് 36 ഫീറ്റ് ലോങ്ങുള്ള ഒരു ഉയരം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും നീളമുള്ള ഒരു കുതിരയുടെ മുതൽ ബുദ്ധനിങ്ങനെ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, അടുത്ത നമ്മളെ പോയിന്റിലേക്ക് വരികയാണ്. ക്രിസ്തുവിൻ്റെയും കൃഷ്ണൻ്റെയും പേരുകൾ തമ്മിലുള്ള സാമ്യം അദ്ദേഹം ആദ്യം ഇംഗ്ലീഷിൽ എഴുതി നോക്കി. ഈ കൃഷ്ണ എന്നുള്ളത് സീയും കൊണ്ട് എഴുതി, കൃഷ്ണ ക്രൈസ്റ്റ്. ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ നല്ല സാമ്യമുണ്ട്, അപ്പോൾ ഇത് കോപ്പി അടിച്ചതാണ് ഉറപ്പ്. എന്താ പറയേണ്ടത്? പ്രസിഡന്റും പ്രശാന്തും യഥാർത്ഥത്തിൽ കോപ്പി അടിച്ചാണോ? അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ക്രിസ്തു മസീഹ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗണല്ല, അഭിഷക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അഭിഷക്തനും എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പോലുള്ളൊരു പദമാണ് മസീഹ എന്ന് പറയുന്നത്. അതും പ്രശാന്തും തമ്മിൽ കോപ്പി അടിച്ചതാണെന്ന് പറയുന്നത് പോലെയുള്ള വിവരമാണ് ഇവർക്ക്. ഇനി അത് പോട്ടെ, ക്രിസ്തു എന്നുള്ളതിൻ്റെ പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. ആ പദം ഞാൻ ആദ്യം പറഞ്ഞ അണ്ടർലൈങ് ഐഡിയ, ഞാനത് പറഞ്ഞല്ലോ, അണ്ടർലൈങ് ഐഡിയയിൽ സാമ്യമില്ലെങ്കിൽ സാമ്യമില്ല എന്നുള്ളത് തന്നെ. ക്രിസ്തുവിൻ്റെ നമുക്കറിയാം, കൃഷ്ണൻ്റെ അർത്ഥം ബ്ലാക്ക് ഡാർക്ക് എന്നൊക്കെ വരുന്നതാണ്. ഇനി ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഫലിച്ചില്ലെങ്കിൽ അദ്ദേഹം പിന്നെ മലയാളത്തിൽ എഴുതി നോക്കും. മലയാളത്തിൽ എഴുതിയപ്പോൾ പിന്നെയും സാമ്യം. യാതു യൂത എന്ന് പറയുന്നത് ബുദ്ധൻ ജീവിച്ചിരിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള പേരാ. അതിനർത്ഥമുണ്ട്. അല്ലെങ്കിൽ കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ, കൃഷ്ണൻ്റെ പുസ്തകത്തിന് മുമ്പ് ഇത് എഴുതിയ പുസ്തകമാണ്. കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നതിന് മുമ്പ്, കൃഷ്ണൻ്റെ പുസ്തകങ്ങൾ എഴുതിയതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. യാതു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? അർത്ഥമില്ലാത്തൊരു പേരിൽ നിന്ന് കോപ്പി അടിച്ചവർ അർത്ഥമുണ്ടാക്കി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഞാൻ പെട്ടെന്ന് അടുത്ത പോകട്ടെ, 13ാമത്തെ അടുത്ത സ്ലൈഡ്. കൃഷ്ണന്റെ മാതാവായ ദേവകിക്ക് മായാദേവി എന്ന് പേരുണ്ട്. ഇത് മായാ മേരി എന്ന് പറയാൻ വേണ്ടിയാണ്, മായാ മേരി. ഇതേപോലെ മേഴ്സി, മേരി, മിനി, മേരി എന്നൊക്കെ പറഞ്ഞാലും സാമ്യം തോന്നുമല്ലേ? ഇതിനകത്തൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്നാൽ ഇതിനകത്ത് മറ്റൊരു വിഡ്ഢിത്തരം കൊണ്ടുണ്ട്. കൃഷ്ണൻ്റെ അമ്മയ്ക്ക്, മാതാവിന് മായ എന്നാരാ പേര് കൊടുത്തത്?
എവിടെയാണ് പേര് കൊടുത്തത്? ഞാൻ തപ്പിയിട്ടൊന്നും ഇതുവരെ കണ്ടിടിക്കുക. ഏതായാലും ഇവർ റെഫറൻസ് തരുത്തില്ല, നമ്മളതുകൊണ്ട് തപ്പി പോയി എവിടെയാണ് ഈ മായ എന്നുള്ള പേര് വന്നത്. അവസാനം കണ്ടു, ഇംഗ്ലീഷ് പുസ്തകത്തിൽ കൃഷ്ണനെ ക്രൂശീകരിച്ചു എന്ന് പറഞ്ഞാൽ, കൃഷ്ണനെ ക്രൂശീകരിച്ചു എന്നൊക്കെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള നിരീശ്വരവാദികളും യൂറോപ്പിലുള്ള നിരീശ്വരവാദികളും ഒക്കെ കൃഷ്ണൻ ക്രൂശിതനായ രക്ഷിത ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. അവരെഴുതി വെച്ച് മടയത്തരം അതേപോലെ കോപ്പി അടിച്ചപ്പോൾ പറ്റിയ വിഡ്ഢിത്തരമാണ് കൃഷ്ണൻ്റെ മാതാവിന് മായ എന്ന് പേര് കൊടുത്തത്. ഒന്നാമത് ആ സാദൃശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാദൃശ്യത്തിന് അർത്ഥമില്ല. ഇത് പിന്നെ കോപ്പി അടിച്ച ആരാ? ഇവരാ കോപ്പി അടിക്കുന്നത്. കോപ്പി അടിച്ചപ്പം പറ്റിയ അബദ്ധമാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി മേരി എന്ന് പറയുന്ന പദം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പലസ്തീനിൽ ഉപയോഗിച്ചിരുന്നതായ പേരാണ് മേരി. ഇതിനെപ്പറ്റി പഠനങ്ങൾ 2012 ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കിത് വായിക്കാവുന്നതാണ്. ദ ഗോസ്പൽ ആസ് ദി ഐ വിറ്റ്നസ് ടെസ്റ്റിമണി, റിച്ചാർഡ് ബോക്കത്തിൻ്റെ ബുക്കിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോട്ടെ, ഇനി നമ്മൾ പെട്ടെന്ന് അടുത്ത ഒരു 3-4 പോയിൻ്റൂടെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് പുരുഷ സംബന്ധം കൂടാതെയാണ് ബുദ്ധനും കൃഷ്ണനും യേശുവും ജനിച്ചത് എന്ന് പറയുന്നു. യേശുവിൻ്റെ കാര്യം നമുക്കറിയാം, പുരുഷ സംബന്ധം കൂടാതെയാണ് ജനിച്ചത്. കൃഷ്ണൻ്റെ കാര്യമോ? ആദ്യത്തെ പുസ്തകം ഹരിവംശം 2:4-8 ഇങ്ങനെ ഒരു കാര്യം അവിടെ പറയുന്നില്ല. വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സമയമില്ല. ഹരിവംശത്തിൽ അങ്ങനെ പറയുന്നില്ല. ദേവകി കൺസീവ് ആയെന്നേ പറഞ്ഞുള്ളൂ. 7 മക്കളെ പ്രസവിച്ചതിന് ശേഷം 8ാമത്തെ മകനായിട്ട് ദേവകി കൃഷ്ണനെ പ്രസവിച്ചു. വിഷ്ണു പുരാണത്തിലും പറയുന്നില്ല. അടുത്തത് വിഷ്ണു പുരാണം ബുക്ക് 5 ചാപ്റ്റർ 2. നമ്മൾ പറയുമ്പോൾ നമ്മൾ റെഫറൻസ് പറഞ്ഞേ പറയത്തുള്ളൂ. അവർ പറയുമ്പോൾ ഒന്നിനും റെഫറൻസ് തരികയില്ല. റെഫറൻസ് തന്നില്ലെങ്കിൽ പോലും നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ തെളിവുകൾ കൊടുത്തേ പറയത്തുള്ളൂ. കാരണം തെളിവുകൾ കൊടുത്ത് പടയാനാണ് നമ്മളെ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. വെറുതെ വിടുവാ പറയാൻ വേണ്ടി നമ്മളെ ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. ഇനിയും വിഷ്ണു പുരാണം കഴിഞ്ഞ് ശ്രീമദ് ഭഗവത്തിലേക്ക് വന്നപ്പോൾ ശ്രീമദ് ഭഗവതം കാണ്ഡോ 10:3 അവിടെ കൃഷ്ണൻ നേരിട്ട് ഇനി ഗർഭം ധരിച്ചു പോകുന്ന പോലും നമുക്കറിയത്തില്ല. ഒരു അത്ഭുത ജന്മമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഭഗവതം എന്ന എഴുതിയാൽ നമുക്കറിയാം. ക്രിസ്തുവിന് ശേഷം 500 വർഷങ്ങളിൽ മിനിമം കഴിഞ്ഞിട്ടുള്ള എഴുതിയ പുസ്തകമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 200 വർഷം കഴിഞ്ഞിട്ടുള്ള ദേവി ഭഗവതി വരുമ്പോഴും അത്ഭുത ജന്മമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുരുഷബന്ധമില്ലായിരുന്നതാണെന്നുള്ളത് പറയുന്നില്ല. ശ്രീമദ് ദേവി ഭഗവതം ബുക്ക് 4 ചാപ്റ്റർ 23. ഇനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ബുദ്ധൻ്റെ കഥയിലും പാലി ത്രിപീതികയിൽ മിഡിൽ ഡിസ്കോഴ്സസ് ഓഫ് ബുദ്ധയിൽ ഇതിൽ പറയുന്നുണ്ട് ബുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ഭുത ജന്മമായിരുന്നോ അല്ലയോ എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ പുരുഷ സംബന്ധം കൂടാതെയാണോ അല്ലയോ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു കോപ്പിയടിയല്ല. കാരണം ദൈവത്തെ പറ്റിയും എല്ലാ മനുഷ്യർക്കും ഒരു ധാരണയുണ്ട്. ജനിക്കുമ്പോൾ അത്ഭുത ജനമായിരിക്കണമെന്നുള്ളൊരു ധാരണയുടെ ഇതിൽ വന്നതാണെന്ന് തന്നെ നമുക്ക് തെളിയിക്കാം. അതുപോലെ തന്നെ ബുദ്ധചരിതയിൽ പറയുന്നത് ഇതിനകത്ത് പറയുമ്പം ഒരു വെള്ള ആനയായിട്ട് ബുദ്ധൻ വന്ന് മാതാവിൻ്റെ ഉദരത്തിലേക്ക് കയറി എന്നാണ് പറയുന്നത്. വെള്ള ആന, ഈ വെള്ള ആനയായിട്ട് വന്ന് മാതാവിൻ്റെ ഉദരത്തിലേക്ക് കയറിയതാണോ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കന്യാജന്മവും തമ്മിൽ ഇദ്ദേഹം സാമ്യം കണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് AD 500 എഴുതിയായ ലളിത വിസ്താരത്തിലും അങ്ങനെ പറയുന്നില്ല. എങ്കിലും കാമം തന്നെ മനസ്സിൽ വരാതെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ബുദ്ധൻ്റെ മാതാവ് ബുദ്ധൻ്റെ മാതാവാണ് മായ ഒരു പ്രതിജ്ഞ എടുത്തതായിട്ട് അവിടെ കാണാം AD 500. അതും കഴിഞ്ഞിട്ട് AD 600 വരുമ്പോഴാണ് ഈ റൊമാൻറ്റിക് ലെജൻഡ് ഓഫ് ഹിസ്റ്ററി വരുമ്പോഴാണ് പുരുഷ സംബന്ധം കൂടാതെ ജനിച്ചു എന്നുള്ളതിന് വ്യക്തമായ വാക്യം നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താ കർത്താവ് ഇനിയും അത് അടുത്തത് ഭഗവതത്തിൽ നിന്നും 2 പേരും രാജവംശത്തിൽ നിന്നാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. രാജവംശത്തിൽ നിന്ന് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ബുദ്ധനും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം രാജവംശത്തിൽ നിന്ന് ജനിച്ചതാണ്. ഇതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല. കഴമ്പില്ലെങ്കിലും ഞാൻ പറയട്ടെ, ബുദ്ധൻ ജനിക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. ഇത് പറയുന്നതിൻ്റെ കാരണം ഇവർ ഈ ബുദ്ധനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് മീതെയാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ലളിത വിസ്താരക്കകത്ത് പറയുന്നത് രാജകുടുംബത്തിൽ ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ചാപ്റ്റർ 3 ലളിത വിസ്താര, ദ പ്യൂരിറ്റി ഓഫ് ദ ഫാമിലി. നല്ലൊരു ജാതിയിലെ കാസ്റ്റിലെ ബുദ്ധൻ ജനിക്കത്തുള്ളൂ. ബുദ്ധന് നിർബന്ധം അത്. നല്ലൊരു കാസ്റ്റിലേ ജനിക്കത്തുള്ളൂ. ആ ചാപ്റ്റർ 3 തന്നെ പറയുന്നുണ്ട് നല്ല കാസ്റ്റ് ഏതൊക്കെയാണ്. ഔട്ട്കാസ്റ്റ് അല്ല, ചണ്ടാളന്മാരുടെ കുലത്തിൽ ബുദ്ധൻ ജനിക്കത്തില്ല. ഇത് ബുദ്ധഗ്രന്ഥങ്ങളിലുള്ളതാണ്. ബുദ്ധൻ ജാതി എതിർത്തെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല. എന്നാൽ ഇന്ന് അതിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. ബുദ്ധൻ ജനിക്കുന്നത് ബ്രാഹ്മണ കുടുംബത്തിലും ക്ഷത്രിയ കുടുംബത്തിലും മാത്രമേ ഉള്ളൂ എന്ന് ഈ ബുദ്ധമത ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ബുദ്ധൻ
ജാതകഥകളിലേക്ക് വരുമ്പോൾ ബുദ്ധൻ പറയുന്നത് ഏറ്റവും നീചമായ ജനനമാണ് ചണ്ടാല ജനനമെന്ന് ബുദ്ധൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഞാൻ അടുത്തതിലേക്ക് പോകുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായിരുന്നുകൊണ്ടാണ്, അല്ലേ? ആ ഏറ്റവും അത് ഇത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, നിങ്ങൾ നീതിയുള്ളവരല്ല, നിങ്ങൾ വലിയ പെരുപ്പമുള്ളവരല്ല, ഏറ്റവും ചെറുതിനെയാണ് ദൈവം എടുത്തത്. അവിടുന്ന് ഏറ്റവും ചെറിയനായ ഒരു പയ്യനെയാണ്, ദാവീദിനെയാണ് തിരഞ്ഞെടുത്തത്. മക്കളിൽ ഏറ്റവും ചെറിയനായ ഒരു പയ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അവിടെ നിന്ന് ഒരു യാഗത്തെ, ആടിനെ പോലും യാഗം അർപ്പിക്കാൻ കഴിയാത്ത മറിയത്തെയും യോസെഫിനെയും തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും താഴ്ന്നതിനെയാണ്. നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ബുദ്ധൻ ഏറ്റവും ഉയർന്നതിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും താഴ്ന്നതിനെ തിരഞ്ഞെടുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനിയും ഇതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് ഒരു സുപ്രധാന പോയിന്റ് ആയതുകൊണ്ട് പറയുകയാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോഴും, കാരണം ഗോപാലകൃഷ്ണൻ സാർ ഇത് ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തു ജനിച്ചപ്പോഴും ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴും 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടി പറഞ്ഞു. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും. കാരണം പുസ്തകത്തിൽ എഴുതി വെച്ച് ഇത്രമാത്രം പച്ച കള്ളങ്ങൾ എഴുതി വെക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇതുപോലെ തന്നെ ബുദ്ധൻ ജനിച്ചപ്പോഴും കുഞ്ഞുങ്ങളെല്ലാം ബുദ്ധനെ കൊല്ലാൻ വേണ്ടി ഒരു രാജാവ് ശ്രമിച്ചു പോലും. ഇത് ചാപ്റ്റർ 2-ലും 4-ലും പറയുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. ഹെരോദ രാജാവ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെ പറയുന്നുണ്ട്. എന്നാൽ ഹരിവംശത്തിൽ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഹരിവംശത്തിൽ ബുക്ക് 2 വിഷ്ണു പാർവ ചാപ്റ്റർ 2 മുതൽ 5 വരെ ഉള്ളതിൽ ഈ ബുദ്ധൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ എന്താ പറയുന്നതെന്നറിയാമോ? കംസൻ ദേവകിയുടെ 7 മക്കളെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബുദ്ധൻ ജനിച്ചു കഴിഞ്ഞ ശേഷം കംസൻ വന്ന് ദേവകിയുടെ പാദപീഠത്തിൽ വീണെന്നാണ് പറയുന്നത്. ദേവകി എന്നോട് ക്ഷമിക്കൂ, ഒരു മകനോട് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കൂ. അപ്പോൾ ദേവകി പറഞ്ഞു, എഴുന്നേൽക്കൂ മകനെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഇത് ഹെരോദാവ് കൊല്ലാൻ പറഞ്ഞതുപോലെ ഹരിവംശത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. വിഷ്ണുപുരാണം ബുക്ക് 5 ചാപ്റ്റർ 1 മുതൽ 5 വരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ശ്രീമദ് ഭാഗവതം കാണ്ഡോ 10 ചാപ്റ്റർ 4 ഈ ഭോജരാജാവ് 10 ദിവസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് AD 500-ലാണ് ആദ്യമായിട്ട് പറയുന്നത്. AD 700 ശ്രീമദ് ദേവി ഭാഗവതത്തിലേക്ക് വരുമ്പോഴാണ് ബുക്ക് 4 ചാപ്റ്റർ 23 അടുത്ത ബുക്ക് 4 ചാപ്റ്റർ 23-ലാണ് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശേഷം അത് 2 വയസ്സൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, 2 വയസ്സൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സാമ്യം AD 500-ലും 700-ലും എടുത്തിട്ടാണ് ഇവർ വരുന്നത്. നമ്മൾ കോപ്പി അടിച്ചു പോലും. ബുദ്ധൻ്റെ കാര്യത്തിൽ വന്നാലും വേറൊന്നുമല്ല. ബുദ്ധൻ്റെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ 153-ാമത്തെ സ്ലൈഡിൽ വരുന്നുണ്ടേ. ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന റെഫറൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു രാജാവിനോട് ചെന്ന് റൊമാൻറ്റിക് ലെജൻഡ് ഓഫ് സാക്കിയ ബുദ്ധ ഈ 600 എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എഴുതിയിരിക്കുന്നതാണ്. ഇത് വായിച്ചിട്ട് ഇദ്ദേഹത്തിന് തോന്നി, ഇത് ഹെരോദാവ് പറഞ്ഞ പോലെയാണല്ലോ. ഹെരോദാവ് പറഞ്ഞ പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2 മിനിറ്റ് കൂടെ ഞാൻ എടുത്ത് അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തൊരു ദിവ്യ നക്ഷത്രം ഉണ്ടായാൻ, അതുപോലെ കൃഷ്ണൻ ജനിച്ചപ്പോൾ ഒരു ദിവ്യ നക്ഷത്രം ഉണ്ടായാൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹരിവംശ വിഷ്ണു പാർവ 2 പറയുന്നുണ്ട് ഈ ദിവ്യ നക്ഷത്രം എന്താണെന്ന്. നമുക്കറിയാമല്ലോ, ജാതകം അറിയാമല്ലോ. നമ്മളെല്ലാം ജനിക്കുമ്പം ഒരു നക്ഷത്രം ഉണ്ടല്ലേ, അശ്വതി, രേവതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, തൃക്കേട്ട, എനിക്കറിയത്തില്ല എല്ലാ നക്ഷത്രങ്ങളുടെ പേര് എനിക്കറിയത്തില്ല. അങ്ങനെ ഓരോ നക്ഷത്രങ്ങളുണ്ട്. ഈ വിഷ്ണു പുരാണ ബുക്ക് 5 ചാപ്റ്റർ 2 ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ ശ്രീമദ് ഭാഗവതം കാണ്ഡോ 10-ലേക്ക് പോകുമ്പോൾ രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രവും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പം ഉദിച്ച നക്ഷത്രവും കണ്ടപ്പോൾ ഈ ബുദ്ധിരാക്ഷസൻ ഇത് രണ്ടും ഒന്നാണ് എന്ന് തോന്നിപ്പോയി. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇവരുടെ അതിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതുപോലെ കോപ്പിയടിയുടെയും വിഡ്ഢിത്തരങ്ങളുടെയും നീണ്ടു നിറഞ്ഞതായ ഒരു പുസ്തകമാണ് ഈ എടമുറക്കൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട് C.S. ലൂയിസ് എന്ന് പറയുന്നതായ ഓക്സ്ഫോർഡിലെ പണ്ഡിതൻ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു, അയ്യോ ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ നടക്കും, ഇതെല്ലാം മറ്റു മിത്തുകളെ പോലെയല്ലേ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് മിത്തുകളല്ല,
അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ചരിത്രത്തിൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു ഗ്രന്ഥങ്ങളിലല്ല, സുവിശേഷങ്ങളിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹം ക്രൈസ്തവ ലോകം കണ്ട ഒരു താർക്കികനായി അപ്പോളജിസ്റ്റായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാത്തിലും മിത്തുണ്ട്, എന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവൻ സത്യമാണ്, അവൻ ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കുവാൻ യോഗ്യമാണ്. അതിലേക്ക് നമ്മുടെ ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ നമ്മളെ നയിക്കുന്നതായിരിക്കും. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.